ഓക്കെ വിളിച്ചോട്ടോ സ്റ്റാർട്ട്. മൈലപ്ര പ്രവാസി സൗഹൃദ കൂട്ടായ്മയുടെ കാഴ്ചയും സൗഹൃദം 33 ഇന്നിവിടെ അരങ്ങേറുകയാണ്. തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയോട് തുടങ്ങാം. താങ്ക് യു സോ മച്ച്. കാഴ്ചയും സൗഹൃദവും 33ന്റെ വേദി പങ്കിടുന്നവരെ, അതേപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തിരുന്ന് ഈ നമ്മുടെ പ്രോഗ്രാം ഫേസ്ബുക്കിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും വീക്ഷിക്കുന്നവരെ സ്വാഗതം ചെയ്യുന്നതിനായിട്ട് മൈലപ്ര പ്രവാസി സൗഹൃദ കൂട്ടായ്മയുടെ സീനിയർ മെമ്പറും നമ്മുടെ പേട്രനുമായ ശ്രീ റോയ് കണ്ണമണ്ഡലിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയറാ, പറഞ്ഞോളൂ. മൈലപ്ര പ്രവാസി സൗഹൃദ കൂട്ടായ്മയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം. കാഴ്ചയും സൗഹൃദവും എന്ന പ്രോഗ്രാം 33ാം നമ്മുടെ ഈ എപ്പിസോഡിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ. ആദ്യം തന്നെ ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മുരളി എസ് പണിക്കർ ചേട്ടനെ ഹാർദവമായി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മോട് സംസാരിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയ മനോജ് സാറിനെ മൈലപ്ര പ്രവാസി സൗഹൃദ കൂട്ടായ്മയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് നല്ലൊരു സംഗീതം ആലപിക്കാനായിട്ട് പ്രിയ ഷിബിൽ ജോർജിനെ മൈലപ്ര സൗഹൃദ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ കൃതജ്ഞ പറയുവാനായിട്ട് ഏറ്റിരിക്കുന്ന പ്രിയ സനീഷ് കുമാർ, അതുപോലെ നമ്മുടെ ഈ സൂമിൽ കൂടെയും നമ്മുടെ യൂട്യൂബ് വഴിയും മറ്റ് മീഡിയ വഴി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈലപ്ര പ്രവാസി സൗഹൃദ കൂട്ടായ്മയുടെ പേരിലുള്ള, അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള സ്വാഗതം പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു റോയ്. കാഴ്ചയും സൗഹൃദം 32ന്റെ ഒരു സംക്ഷിപ്ത അവതരണമാണ്. അതിനുവേണ്ടി മൈലപ്ര പ്രവാസി സൗഹൃദ കൂട്ടായ്മയുടെ സെക്രട്ടറിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. മൈലപ്ര പ്രവാസി സൗഹൃദ കൂട്ടായ്മയുടെ കാഴ്ചയും സൗഹൃദവും 32ാം യോഗത്തിന്റെ സംക്ഷിപ്ത അവതരണം. മാന്യരെ, മൈലപ്ര പ്രവാസി സൗഹൃദ കൂട്ടായ്മയുടെ കാഴ്ചയും സൗഹൃദവും 32ാമത് യോഗം 2021 നവംബർ മാസം 12-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് UAE സമയം 7:30 ശ്രീ മുരളി എസ് പണിക്കരുടെ അധ്യക്ഷതയിൽ സൂം ഫ്ലാറ്റൂൺ വെച്ച് നടത്തപ്പെട്ടു. ഈശ്വര പ്രാർത്ഥനയോട് ആരംഭിച്ച യോഗം അധ്യക്ഷന്റെ ഉപക്രമ പ്രസംഗത്തിന് ശേഷം യോഗത്തിൽ സംബന്ധിക്കുന്നവർക്ക് ശ്രീ ജോമോ ജോർജ് സ്വാഗതം ആശംസിച്ചു. സെക്രട്ടറി കാഴ്ചയും സൗഹൃദവും 31ാം യോഗത്തിന്റെ സംക്ഷിപ്ത റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് കുമാരി ഹന്ന സിബി വർഗീസ് ലളിതഗാനം അവതരിപ്പിച്ചു. തുടർന്ന് അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം പത്തനംതിട്ട ജില്ലയിലെ തേക്കുതോട് സ്വദേശിയും മലയാളം അധ്യാപകനുമായ ശ്രീ ബിനു കെ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളെ ആസ്പദമാക്കി നർമ്മരസത്തിൽ ഒരുക്കിയ സമകാലിക ചിന്താവീതൽ ഏറെ ഹൃദ്യമായി. തദവസരത്തിൽ യോഗത്തിൽ പങ്കെടുത്തവർക്കും മൈലപ്ര പ്രവാസി സൗഹൃദ കൂട്ടായ്മയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് വഴിയും യൂട്യൂബ് ചാനൽ വഴിയും തത്സമയം വീക്ഷിച്ചവർക്കും ശ്രീ റിൻറ്റു കെ രാജു നന്ദി അർപ്പിച്ചുകൂടി അധ്യക്ഷൻ ഉപസംഹാരം നടത്തി 9 PM യോഗം സമംഗളം പര്യവസാനിച്ചു എന്ന് സെക്രട്ടറി. താങ്ക് യു. സൗഹൃദത്തിന്റെ ഓരോ എപ്പിസോഡുകൾ, ഓരോ ഏടുകൾ മറിച്ചു നോക്കുമ്പോഴും കഴിഞ്ഞ മീറ്റിങ്ങിന്റെ, കഴിഞ്ഞ കൂട്ടായ്മയുടെ സംഗമത്തിന്റെ ഒരു അവതരണം അടുത്ത വരുന്ന ഓരോതിലും ഇങ്ങനെ പറയാറുണ്ട്. അത് നമ്മുടെ മെമ്പേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാവരും കഴിഞ്ഞ മീറ്റിങ്ങിന്റെ ഒരു
അപ്ഡേറ്റ്സ് എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിങ്ങനെ എല്ലാ പ്രാവശ്യവും ഇതുപോലെ കൂടുകയും പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ ആൾക്കാരെ ഒക്കെ കൊണ്ടുവരാറുണ്ട്. എന്നിരുന്നാലും ഒരു നിമിഷം നമ്മൾ ഈ കഴിഞ്ഞ 2-3 മിനിറ്റ് ഇങ്ങനെ ഓരോന്ന് കേട്ട് നല്ല മസിൽ പിടിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു വിടുതൽ ആവശ്യമാണ്. അല്പം റിലാക്സ് ചെയ്യാൻ വേണ്ടി, നല്ല ഒരു സംഗീതം ആലോചിക്കാൻ വേണ്ടി മൈലപ്ര പ്രവാസി സൗഹൃദ കൂട്ടായ്മയുടെ മെമ്പറായ ഞങ്ങളുടെയൊക്കെ സുഹൃത്തായ ഈ കൂട്ടായ്മയുടെ എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കുന്ന ശ്രീ ഷിബിൽ ജോർജിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളും. എന്നിരുന്നാലും ഒരു നിമിഷം നമ്മൾ ഈ കഴിഞ്ഞ 2-3 മിനിറ്റ് സന്ധി ചുണ്ടിലെന്തി അരുമ സംഗീതൻ അതര കാന്തിയോ ഓമലേ പറയൂ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖസന്ധി ചുണ്ടിലെന്തി അരുമ സംഗീതം അതര കാന്തിയോ ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു മുഖമാമൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു മുഖമാമൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു ഹൃദയ മൃദുല തന്ത്രീൻ ദീവാമൃതം വൈശാഖസന്ധി ചുണ്ടിലെന്തി അരുമ സഹിതൻ അതര കാന്തിയോ മലരിതളിൽ മണിശലഭം വീണുമയങ്ങി രതി നദിയിൽ ജലതരംഗം നീളെ മുഴങ്ങി മലരിതളിൽ മണിശലഭം വീണുമയങ്ങി രതി നദിയിൽ ജലതരംഗം നീളെ മുഴങ്ങി നിറുമൻ പ്രാണനിൽ നീ ആസതൻ തേനൊഴുക്കി നിറുമൻ പ്രാണനിൽ നീ ആസതൻ തേനൊഴുക്കി പുളകമുകുളമേന്തിരാഗ വൃന്ദാവനം വൈശാഖസന്ധി ചുണ്ടിലെന്തി അരുമ സംഗീതം അതര കാന്തിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാടി വന്ന ലാവണ്യമേ വൈശാഖസന്ധി ചുണ്ടിലെന്തി അരുമ സംഗീതം അതര കാന്തിയോ
അല്ലെ ഒരു വലിയ കയ്യടി മൈലപ്ര പ്രവാസി സൗഹൃദ കൂട്ടായ്മയുടെ പേരിലും ഞങ്ങളുടെ ഒക്കെ സ്നേഹാദരവും നല്ല ഒരു ഫീലോടുകൂടി നല്ലൊരു പാട്ട്, ഒരു സംഗീതം ഇന്നത്തെ സൂം വേദി പങ്കിടുന്നവർക്ക് ആസ്വദിക്കാൻ സാധിച്ചു. വളരെ ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും കടപ്പാടും അനുഗ്രഹങ്ങളും അറിയിച്ചുകൊള്ളുന്നു. 33ാമത് കാഴ്ചയും സൗഹൃദവും സൂം വേദി പങ്കിടുന്ന മഹത് വ്യക്തികളെ, അതേപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തിരുന്ന് മൈലപ്ര പ്രവാസികളായ സുഹൃത്തുക്കൾ ഫേസ്ബുക്കിൽ കൂടെയും യൂട്യൂബിൽ കൂടെ ഒക്കെ വാച്ച് ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. മൈലപ്ര പ്രവാസി സൗഹൃദ കൂട്ടായ്മ രൂപം കൊണ്ടിട്ട് ഇന്ന് ഏകദേശം 2-3 വർഷമാകാൻ തുടങ്ങുകയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒത്തുകൂടിയ ഈ ഒരു സംഘടനയില് ഒരുപാട് സന്തോഷങ്ങളും കൊച്ചു കൊച്ചു സങ്കടങ്ങളും ഒക്കെ പങ്കിട്ടുകൊണ്ട് നല്ല ഒരു സുഹൃത്ത് ബന്ധം അരക്കിട്ടുറപ്പിച്ച് ഇന്ന് ജനഹൃദയങ്ങളിൽ, അതായത് മൈലപ്രായിലുള്ള നല്ല ആൾക്കാരുടെ ഹൃദയങ്ങളിൽ അല്പം ഇടം കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാന നിമിഷമാണ് ഇന്ന് ഈ കൂട്ടായ്മയ്ക്ക്. ഓരോ മീറ്റിങ്ങുകൾ കഴിയുമ്പോൾ, ഓരോ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കഴിയുമ്പോഴും, അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഓണം, ക്രിസ്മസ് ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഞങ്ങളെന്നല്ല നമ്മളെല്ലാവരും ഒരുപാട് ഒത്തുകൂടി നല്ല പ്രോഗ്രാം കാഴ്ചവെക്കാൻ എന്നും വ്യഗ്രത കാണിച്ചിട്ടുള്ള ഒരു പറ്റം ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണിത്. അതിനെല്ലാവരും അകമഴിഞ്ഞ് സഹായ സഹകരണങ്ങൾ തന്നിട്ടുണ്ട്. നന്ദി പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. കാര്യം ഈ പ്രോഗ്രാം അത്രയ്ക്കും, ഈ ഒരു കൂട്ടായ്മ അത്രയ്ക്കും നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞു എന്ന് പറയാം. എന്ത് പ്രോഗ്രാം ചാർട്ട് ചെയ്താലും, എന്ത് പ്രോഗ്രാം ഞങ്ങൾ ഓർഗനൈസ് ചെയ്താലും അതിനെല്ലാം 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ളവരാണ് മൈലപ്ര പ്രവാസി സൗഹൃദ കൂട്ടായ്മയിലെ ഓരോ മെമ്പേഴ്സും, ഓരോ അംഗങ്ങളും. ഓരോ പ്രാവശ്യം ഇങ്ങനെയുള്ള നമ്മളേതായ ജീവിതത്തിന്റെ പിരിമുറുക്കത്തിൽ കഴിയുന്ന ഓരോരുത്തർക്കും ഇങ്ങനെ ആദ്യകാലങ്ങളിൽ നമ്മൾ ആഴ്ചയോളം ഉണ്ടായിരുന്നു. സമയപരിമിതി കൊണ്ടും മറ്റു ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും മാസത്തിൽ 2 പ്രാവശ്യമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ മീറ്റിങ്ങുകളും പുതിയ വ്യക്തിത്വങ്ങളെ നമ്മൾ അവതരിപ്പിക്കുകയും ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരും. അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കുമ്പോൾ ഒരു അല്പസമയത്തേക്ക് എല്ലാവരും അവരവരുടേതായ ആ ഒരു പിരിമുറുക്കത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നുള്ളത് ഇന്നത്തെ ഈ കൂട്ടായ്മയുടെ ഈ ഓരോ വ്യക്തികളും പങ്കെടുക്കുന്നതിൽ കൂടി നമുക്ക് വളരെ വ്യക്തമാണ്. കാര്യം നല്ല പ്രോഗ്രാം ആണെങ്കിലേ നല്ല കാഴ്ചക്കാരുണ്ടാകത്തുള്ളൂ, നല്ല പ്രേക്ഷകരുണ്ടാകത്തുള്ളൂ. അപ്പൊ നല്ല പ്രേക്ഷകർ വരുമ്പം ആ സംഘടനയുടെ പേരും പെരുമയും അതേപോലെ വളരുകയും ചെയ്യും. അതിൽ ഞങ്ങൾ വളരെ കൃതാർത്ഥരാണ്. എല്ലാവരോടും ഒത്തിരി സ്നേഹങ്ങൾ മാത്രമുള്ളവരാണ് ഈ കൂട്ടായ്മയുള്ള ഓരോരുത്തരും. ഞാൻ ഒത്തിരി പറഞ്ഞ് നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മള് കഴിഞ്ഞ 32 കാഴ്ച സൗഹൃദത്തിലും സമകാലിക ചിന്താവേദി അവതരിപ്പിച്ചപ്പോഴേ ഓരോ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ അതിനകത്ത്, അധ്യാപകരുണ്ട്, അധ്യാപന രംഗത്ത് ഉന്നതികൾ എത്തിയവരുണ്ട്, സ്പോർട്സിന്റെ ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ജ്യോതിഷരുണ്ട്, അച്ഛന്മാരുണ്ട്, വൈദികരുണ്ട്, അങ്ങനെ പിന്നെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് മേഖലകളിലുള്ള അവരവരുടെ അനുഭവ സമ്പത്തുകളെ പങ്കുവെച്ചു വെക്കുകയും അതിൽ ഒരുപാട് അറിവുകൾ നമ്മൾക്ക് പ്രാപിക്കാനും സാധിച്ചു. അതേപോലെ തന്നെ ഇന്നത്തെ 33ാമത്തെ മീറ്റിംഗിൽ ഈ കാഴ്ച സൗഹൃദം അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തിയാണ് മനോജ് PV. അദ്ദേഹം ഞാനൊരു 10 മിനിറ്റ് ഇന്നലെ തന്നെ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മേഖല നമ്മൾ ഇതിനു മുമ്പ് അവതരിപ്പിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെ അതിനേക്കാളും വേറിട്ട ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മള് ജനിച്ച നാടും വീടും സ്വന്തക്കാരെയും ഒക്കെ വിട്ട് വിദേശങ്ങളിൽ പല ഭാഗങ്ങളിൽ ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുകയാണ്. സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ. അതിനകത്ത് നല്ല ഉയരങ്ങളിൽ എത്തിയവരുമുണ്ട്, നല്ല മേഖലകൾ പിടിച്ചടക്കിയവരുമുണ്ട്. എന്നാൽ ഇന്നും
കഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്. ഇവരെല്ലാം സന്തോഷത്തോടു കൂടിയാണ് ഈ കൂട്ടായ്മയിൽ വന്ന് അവരവരുടെ ദുഃഖങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവയ്ക്കുന്നത്. അത് രണ്ട് കൈ നീട്ടി നമ്മൾ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ വ്യക്തികളും സ്വീകരിക്കുന്നുണ്ട്. അത് സന്തോഷമായാലും സങ്കടമായാലും കല്യാണമാണേലും ഉത്സവങ്ങളാണേലും കൂട്ടായ്മയിലുള്ള എന്തെങ്കിലും പ്രത്യേക പരിപാടികളാണ് എല്ലാവരും വളരെ ഒരു കുടുംബത്തെ പോലെ കഴിയുന്ന ഒരു കൂട്ടായ്മയാണിത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഇന്നത്തെ ഈ ഒരു കാലത്ത് ഒരുപാട് അസുഖങ്ങളും നമ്മൾ ഓർക്കാത്ത രീതിയിലുള്ള മുൻകാലങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഓരോ ആദികളും വ്യാധികളും ഒക്കെയാണ് വരുന്നത്. അപ്പൊ അവിടെയൊക്കെ ഉള്ളത് നമ്മുടെ ഹെൽത്ത് കോഷ്യസ് ആണ്. കാരണം ജീവിതത്തിന്റെ പിരിമുറുക്കത്തിലായിരിക്കാം, ജീവിതത്തിന്റെ നമുക്ക് ഒരു ജോലിയുടെ തിരക്ക് കൊണ്ടായിരിക്കാം നമ്മളെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാൻ നമുക്ക് സമയപരിമിതിയുണ്ട്, അറിവിന്റെ കുറവുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ വളരെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്, ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ മീറ്റിംഗ് നമ്മൾ ഡോക്ടർ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു, നമ്മൾ എങ്ങനെ ഓരോ കാര്യങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ളത്. ഇപ്രാവശ്യം ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് നമ്മുടെ ജീവിതം ഒന്നുകൂടെ അല്പം കൂടെ അരക്കിട്ട് ഉറപ്പിക്കണം. കാര്യം നാളെ ഒരു അസുഖം വന്നാൽ ഭാരിച്ച ചെലവുകൾ വരുന്ന ഹോസ്പിറ്റലിലുള്ള ചെലവുകളെ ഒരു പക്ഷെങ്കിൽ അഭിമുഖീകരിക്കാൻ കഴിവില്ലാത്ത ഒരുപാട് വ്യക്തികൾ ഉണ്ടാകാം. അതിനെ ഈസി ആയിട്ട് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഈ അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ ഒരു ചെറിയൊരു കൈത്താങ്. അപ്പൊ ആ കൈത്താങ്ങിന്റെ അതിന്റെ സാധ്യതകൾ അല്ല അതിന്റെ അതിന്റെ ന്യൂനതകളെ കുറിച്ച് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മളോട് പങ്കുവയ്ക്കാൻ ശ്രീ മനോജ് PV അദ്ദേഹം ഏറെക്കാലമായിട്ട് ഇൻഷുറൻസ് ഫീൽഡ്, ഹെൽത്ത് ഇൻഷുറൻസ് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫീൽഡ് അദ്ദേഹം ഒരു പക്ഷേ നമ്മൾ പലരും വിചാരിക്കും അദ്ദേഹം ഇപ്പോൾ ഇവിടെ ബിസിനസ് പിടിക്കാൻ വന്നതാണ്. അതല്ല, ബിസിനസ് എന്നും അദ്ദേഹത്തിന്റെ ഒരു സൈഡാണ്. അദ്ദേഹം ഒരു ട്രെയിനറാണ്, ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഇതിന്റെ ഓരോ മേഖലകളെ കുറിച്ച് അദ്ദേഹം വളരെ വിശദമായിട്ട് നമ്മളോട് പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം അതിനകത്ത് വളരെ പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. അപ്പൊ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മീറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹത്തോട് സംവാദിക്കാൻ ഒരു 10-15 മിനിറ്റ് സമയമുണ്ട്. അദ്ദേഹം അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ നീട്ടിക്കാൻ അദ്ദേഹത്തിന് കുറെ സമയമുണ്ട്. കാര്യം ഒരു 10 മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞു തീരാൻ പറ്റുന്ന ഒരു മേഖല അല്ലിത്. കാര്യം ഒരുപാട് ഒരുപാട് പേജുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ, ശ്രീ മനോജ് PV അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങളുടെ മുന്നിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. അദ്ദേഹം നമ്മളോട് ആദ്യം പറഞ്ഞു തുടങ്ങും. അതുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ശ്രീ മനോജ് PV. ഒരു മിനിറ്റ് മനോജ്. ഹനീഷ്. സെക്യൂർഡ് ലൈഫ് സൊല്യൂഷന്റെ മാനേജിംഗ് ഡയറക്ടർ, മാർക്കറ്റിംഗ് ട്രെയിനർ, മോട്ടിവേഷൻ സ്പീക്കർ ശ്രീ മനോജ് PV. 33ാമത് മൈലപ്ര പ്രവാസി സൗഹൃദ കൂട്ടായ്മയുടെ കാഴ്ചയും സൗഹൃദവും സൂം സംഗമ വേദിയിലേക്ക് ശ്രീ മനോജ് PVയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, കേൾക്കാമോ? ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ഓക്കെ, നമുക്ക് പതിയെ തുടങ്ങാം. എനിക്ക് ഇന്ന് പ്രത്യേകിച്ചും ഒരു പ്രോഗ്രാം എടുക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാര്യം ഞാൻ സംസാരിക്കുന്നത് ഞാൻ വളർന്ന മണ്ണിലുള്ള എൻ്റെ നാട്ടുകാരോടാണ്. മൈലപ്ര എൻ്റെ സ്വദേശം തന്നെയാണ്. ഞാൻ മൈലപ്രയിൽ, എൻ്റെ പോസ്റ്റ് ഓഫീസൊക്കെ മൈലപ്ര PV. ഞാൻ താഴെവെട്ടിപ്പുറ സ്വദേശിയാണ്. അതായത് എന്നാലും അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഞാൻ പഠിച്ചത് മൈലപ്ര സേക്രഡ് ഹെഡ് ഹൈസ്കൂളിലാണ്. അതുകൊണ്ടൊക്കെ തന്നെ എന്നെ മുമ്പ് അറിയാവുന്നവരും എൻ്റെ ഒപ്പം പഠിച്ചവരും ചിലപ്പോൾ ഈ സൂം മീറ്റിങ്ങിലോ അല്ലെങ്കിൽ FB ലൈവിലോ ഒക്കെ തന്നെ ഈ പ്രോഗ്രാം കാണുന്നുണ്ടാകും. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ശരിക്കും ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി വിപണനമോ മറ്റു കാര്യങ്ങളോ അല്ല. എന്തെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കേണ്ടതായിട്ട് ഒരു ചിന്ത വരേണ്ടതാണ്. അങ്ങനെ ഒരു ചിന്ത വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ ഞാനിവിടെ അതിന് എടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യും. അപ്പൊ അത്
ശരിക്കും ഒരു അവയർനെസ് പ്രോഗ്രാം ആയിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ അറിയാവുന്ന ആളുകൾ കാണും, അറിയാത്ത ആളുകൾ കാണും. ഇപ്പോ വിദേശ രാജ്യത്ത് ഉള്ള ആളുകളായിരിക്കും ഇതിൽ കൂടുതലെന്ന് ഞാൻ കരുതുന്നു. അവിടെ സ്വന്തം കുടുംബത്തിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത് അവർക്ക് വേണ്ടിയിട്ട് മണലാരണ്യത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കള്, ശരിക്കും അവരെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനമുണ്ടാകും. 3 തരം ആളുകളെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ പട്ടാളക്കാര്, പിന്നെ അധ്യാപകര്, മൂന്നാമത്തേത് നമ്മുടെ സമ്പത്തിന്റെ നട്ടെല്ലെന്ന് പറയാവുന്നത് പ്രവാസികളാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മളറിയാം, പല സ്ഥലങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിലും രാഷ്ട്രീയമായിട്ടോ ഒന്നും അല്ല, ശരിക്കും പ്രവാസികൾ അവരുടെ നല്ല പ്രായം ചോര നീരാക്കി പണിയെടുത്ത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന സമ്പത്താണ് ഇവിടെ നല്ല വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യങ്ങളും തൊഴിലും ഒക്കെ ഉണ്ടാകാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ ആ 3 വിഭാഗം ആളുകൾ, ഒന്ന് പട്ടാളക്കാര്, അധ്യാപകര്, അവരോടൊപ്പം ഞാൻ പ്രവാസി സുഹൃത്തുക്കളെയും വളരെയധികം ആദരവോടുകൂടി കാണുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകാം. ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ ആളുകൾ ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്. ഞാൻ ആരോഗ്യവാനാണ്, എനിക്ക് രോഗങ്ങളൊന്നും വരില്ല. അത് രോഗങ്ങൾ അപ്പുറത്തെ റഷീദിനും തങ്കപ്പച്ചേട്ടനും സുകുമാരനുമാണ് രോഗം വരിക. ഈ തങ്കപ്പച്ചേട്ടനോടും സുകുമാരനോടും റഷീദിനോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് പണ്ട് ഇപ്പൊ അവർക്ക് രോഗം വന്നു. പണ്ട് അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് അത് ബാബുവിനും ചന്ദ്രനും വേണുവിനും ഒക്കെയാണ് അസുഖം വരിക, എനിക്ക് വരില്ല എന്നുള്ളൊരു ചിന്ത എല്ലാ കാലത്തും ആളുകളിലുണ്ട്. പക്ഷെ നമ്മളിവിടെ ഇന്നത്തെ പാൻഡമിക് സിറ്റുവേഷനിൽ ഞാൻ ഈ പറയുന്ന വിഷയം നമുക്ക് നാളത്തേക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു കാര്യം. എല്ലാ കാര്യവും നമുക്ക് നാളത്തേക്ക് മാറ്റിവെക്കാം. കുഞ്ഞുങ്ങളുടെ കല്യാണം മാറ്റിവെക്കാം, വീട് പണി മാറ്റിവെക്കാം, കാറ് വാങ്ങുന്നത് മാറ്റിവെക്കാം, എന്തും നമുക്ക് നാളത്തേക്ക് മാറ്റിവെക്കാം. പക്ഷേ മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നാളെ ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ കഴിയുന്നതല്ല. എല്ലാം മാറ്റിവെക്കാം, നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ് മാറ്റിവെക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ നാളെയും നമ്മളുടേതായി നിലനിർത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ അതിനെ തരണം ചെയ്യാൻ നമ്മൾ എടുത്തേക്കുന്ന മുൻകരുതലുകളാണ്. അപ്പൊ ഞാന് ഇതിന്റെ ഭാഗമായിട്ട് കുറച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടാനായിട്ട് കുറച്ച് സ്ലൈഡുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ കുറേയേറെ വിഷയങ്ങൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഡയറക്റ്റ് ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ സ്ലൈഡുകളിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ എന്നെ ഇവിടെ ക്ഷണിച്ച ശ്രീ അനീഷ്, അദ്ദേഹം കുറച്ച് ദിവസം മുമ്പ് എന്നെ വിളിക്കുകയും ഈ മാസം ആദ്യം തന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാമിനെ പറ്റി പറയുകയും ചെയ്തിരുന്നു. പിന്നെ ഇന്നലെ എന്നെ മുരളിച്ചേട്ടൻ വിളിച്ച് സംസാരിച്ചിരുന്നു. ഒരിക്കൽ കൂടി എന്റെ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് ഈ ഒരു വിഷയം അവതരിപ്പിക്കുവാനായിട്ട് അവസരം ഉണ്ടാക്കി തന്ന മൈലപ്ര പ്രവാസി സൗഹൃദ വേദിയിലെ എല്ലാവർക്കും നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമുക്ക് സ്ലൈഡുകൾ ഒന്ന് കണ്ടു തുടങ്ങാം. കാണാൻ കഴിയുന്നുണ്ടല്ലോ, കാണാനല്ലേ? ഓക്കെ, ഇത് എന്റെ സ്ഥാപനത്തിന്റെ പേരാണ് സെക്വേർഡ് ലൈഫ് സൊല്യൂഷൻസ്. ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഞാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനി, ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയായ സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനിയുടെ സൗത്ത് കേരളയിലെ ഒരു ടീമിനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്യുകയായിരുന്നു. ഇപ്പൊ ഞാൻ ഈ സ്ഥാപനം ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിന് ശേഷമാണ് ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിലുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാനും അതേപോലെ തന്നെ ചില കുട്ടികൾക്കും മറ്റുമുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും മറ്റു കുറെ പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട്
ഞാൻ കഴിഞ്ഞ ജൂലൈയിലാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങിയത്. അപ്പോ നമുക്ക് ഈ സ്ഥാപനത്തെ ഞാൻ പരിചയപ്പെടുത്തി, എന്നെ പരിചയപ്പെടുത്തി. ഇനി നമുക്ക് ഞാൻ പറഞ്ഞു സൗത്ത് കേരളയിലെ ഏറ്റവും കൂടുതൽ പ്രീമിയം ചെയ്യുന്ന ഒരു ടീമിൽ ഒന്നായിരുന്നു എൻ്റെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വെളിച്ചമാകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. വാട്ട് ഈസ് ഹെൽത്ത് ഇൻഷുറൻസ്? It's a financial protection against heavy hospital bills coverage extended for illness, disease, accidents. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പല പണം മാറ്റി വെക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മുൻകരുതലുകൾ എടുക്കാറുണ്ട്. ഇൽനെസ്സുകളോ ഡിസീസുകളോ ആക്സിഡന്റോ പറ്റിയാൽ ആ സമയത്ത് ഒരു 5 ലക്ഷം രൂപ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഫാമിലി മാത്രമേ നിലവിൽ നമ്മളുടെ നാട്ടിൽ എത്ര സമ്പന്നനാണെങ്കിലും പലപ്പോഴും പെട്ടെന്ന് എടുക്കാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അതിലേക്കാണ് നമ്മുടെ ഈ ഇനിയുള്ള കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ആഹാരം, വെള്ളം, ഷെൽട്ടർ അല്ലെങ്കിൽ വീട്, വസ്ത്രം, ഇതൊക്കെയാണ്. ഇതില് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഇപ്പോൾ വളരെ വേണ്ടപ്പെട്ട നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിലോ അല്ലെങ്കിൽ ICUയിലോ കിടക്കുന്നു. ആ സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇപ്പൊ ബിരിയാണി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കൂല. നമ്മുടെ മനസ്സിൽ എങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവന്റെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളുടെ ജീവൻ നിലനിർത്താം. അവിടെ നമുക്ക് ഫുഡ് ഒരു വിഷയമല്ല. വെള്ളം, ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പൈസ അറേഞ്ച് ചെയ്യാനായിട്ട് കൂടെ ഹോസ്പിറ്റലുകാർ പറയുന്നു ഒരു 5 ലക്ഷം രൂപ കെട്ടിവെക്കണം. ആ സമയത്ത് ചിലപ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നമ്മൾ മറന്നുപോയിരിക്കും. മൂന്നാമത് വീട് അല്ലെങ്കിൽ ഷെൽട്ടർ, നമ്മുടെ വാസസ്ഥലം. നമ്മൾ വളരെ സ്വപ്നം കൊണ്ട് വെച്ച വീട്, ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത കാരണത്താൽ എത്രയോ പേര് വീട് വിറ്റ് ചികിത്സിച്ചത് നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്. മൂന്നാമത് വസ്ത്രം. നാലാമത് വസ്ത്രം നമുക്ക് ഒരാൾ വയ്യാതെ കിടക്കുമ്പോൾ ആശുപത്രിയിൽ പോകാനായിട്ട് എടുത്തുകൊണ്ട് പോകുമ്പം ഏതാണ് ഏറ്റവും നല്ല വസ്ത്രം എന്ന് ഉടുത്തിരുന്ന വസ്ത്രത്തിലായിരിക്കും ചിലപ്പോ നമ്മൾ ഈ വ്യക്തിയെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കൊക്കെ മേളില് വേറെ ഇന്നത്തെ മാറിയ കാലഘട്ടത്തിൽ നമുക്കൊരു ആവശ്യത്തിനെ കാണണം. ആ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് വളരെ അടിസ്ഥാനപരമായ, മറ്റെല്ലാം അടിസ്ഥാന ആവശ്യങ്ങളാണ്. ചില സാഹചര്യങ്ങളിൽ അതിനെ അപ്രസക്തമാക്കാം. അതുകൊണ്ട് തന്നെ ആരോഗ്യ ഇൻഷുറൻസ് വളരെ ഈ മാറിയ സാഹചര്യത്തിൽ വളരെ അടിസ്ഥാനപരമായ ഒരാവശ്യമാണ്. മേജർ ഡിസീസ് ആൻഡ് ഇൽനസ്. നമുക്ക് 7 തരം മേജർ ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻസ് ആണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുള്ളത്. നമ്മൾ ഭയപ്പെടുന്നത് ഈ 7 കാര്യങ്ങളെയാണ്. ഒന്ന് നമ്മുടെ തല അല്ലെങ്കിൽ ഹെഡിന് വരുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ, ബ്രെയിൻ ട്യൂമർ അടക്കം ഒരുപാട് കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ വാർഡിലുണ്ട്. നമ്മൾ മുൻപ് കണ്ടിട്ട് നമ്മുടെ പരിചയക്കാരിലും ബന്ധക്കാരിലും ഒക്കെ ഒരുപാട് ആളുകൾ സഹായം ചോദിച്ചിട്ടുള്ള സ്ലൈഡുകളും ഒരുപാട് ജംഗ്ഷനുകളിൽ ചികിത്സാ സഹായം ചോദിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഹൃദയത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഒരു മേജർ വിഷയം ലിവറുമായി ബന്ധപ്പെടുന്ന ഹോസ്പിറ്റൽ ചെലവുകൾ. നാലാമത്തേത് കിഡ്നി അല്ലെങ്കിൽ റീനൽ പ്രോബ്ലംസ്. 5 ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവുകൾ. ആറാമത്തേത് നമ്മുടെ നാട്ടില് ഒരു 100 വീടിപ്പോൾ എടുത്താൽ ഏതാണ്ട് ഒരു 5 വീട്ടിൽ ഫേസ് ചെയ്യുന്ന റിസ്ക് ക്യാൻസർ. പിന്നെ ഏറ്റവും വലുത് നമുക്ക് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വലിയ ആക്സിഡന്റുകൾ. ഈ 7 കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളെ, പ്ലാനിങ്ങുകളെ, സമ്പത്തിനെ എല്ലാം തകർക്കാം. അവിടെയാണ് നമ്മൾ ഒരു കുട പിടിക്കാനായിട്ട് ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ഷെൽട്ടറിനെ തേടുന്നത്. വൈ ഹെൽത്ത് ഇൻഷുറൻസ്? ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക്
ടു അവോയ്ഡ് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഓൺ ഹെൽത്ത് റിലേറ്റഡ് എമർജൻസീസ്. ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ, ഹെൽത്ത് റിലേറ്റഡ് എമർജൻസീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്നൊരു പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ കമ്പാനിയൻ എന്ന് പറയുന്നത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ആയിരിക്കും. ടു എൻഷുർ ഫാസ്റ്റ്, അക്യുറേറ്റ് ആൻഡ് അവൈലബിൾ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. നമുക്ക് എപ്പോഴും ജീവൻ നിലനിർത്താൻ നമ്മൾ ഒരുപക്ഷെ പലപ്പോഴും ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കും നമ്മളെ പ്രിയപ്പെട്ടവരുടെ. അവിടെ നമുക്ക് വിട്ടുവീഴ്ചകൾക്ക് സ്ഥാനമില്ല. നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെന്റ് നമുക്ക് ലഭിക്കുവാൻ അത് സഹായിക്കും. ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, ഇപ്പൊ പലരും നമുക്കറിയാം, ചില ചികിത്സകളൊക്കെ കഴിഞ്ഞേച്ച് ആശുപത്രിക്കാര് പൈസ ഇല്ലാതെ വരുന്നവരെ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടായി തിരികെ വീട്ടിലേക്ക് പോകുന്നവരുണ്ട്. ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള ഭയപ്പാടുകളുടെ ഒന്നും ആവശ്യമില്ല. ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടും. ടു സെക്യൂർ യുവർ റിട്ടയർമെന്റ്, ചൈൽഡ് എഡ്യൂക്കേഷൻ, മാരേജ് ഹൗസ്. ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത് ഇതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല, കുട്ടികളുടെ മാരേജ് മാറ്റിവെക്കാൻ പറ്റില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട വീട്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ എന്നും നമ്മളുടേതായി നിലനിൽക്കണം. അപ്പൊ ഇന്നത്തെ കാലത്തെ ചികിത്സാ ചെലവുകൾ വെച്ച് നോക്കുമ്പോ നമുക്ക്, ഞാനൊരു കഥ പറയാം. ഒരിടത്ത് ഒരാൾ ഒരു വസ്തുവിന് വില പറഞ്ഞു. വസ്തുവിന് വില പറഞ്ഞപ്പോ ആ വസ്തുവിന്റെ ഓണർ, തൊട്ടടുത്ത് വീടിനോട് ചേർന്ന വസ്തുവാണ്, ആ വസ്തുവിന്റെ ഓണർ അത് കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. കാരണം അയാൾക്ക് അത് വിറ്റിട്ടൊരു കാര്യമില്ലായിരുന്നു. പിന്നീട് ഈ ഓണർക്ക്, ഈ വസ്തുവിന്റെ ഉടമയ്ക്ക് ഒരു പൈസയുടെ അത്യാവശ്യം വന്നപ്പോ ഇദ്ദേഹം ഈ പറഞ്ഞ നേരത്തെ വില പറഞ്ഞ ആളോട് ചെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം മകളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അത് കാരണത്താൽ ഇത് വന്ന് ഈ വിൽക്കാനുള്ള വന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന് വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതേ പൈസ അദ്ദേഹം മാറ്റിവെച്ചു, മകളുടെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ചു. പക്ഷെ ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്ന് തൊട്ടുപുറകെ മകളുടെ കല്യാണം മാറ്റിവെച്ചിട്ട് ആ പൈസ ആശുപത്രിയിലേക്ക് ചെലവാക്കി. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ നാളത്തേക്ക് കരുതി വെച്ച കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ഹെൽത്ത് എമർജൻസീസിന് വേണ്ടി നമ്മൾ ചെലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പനും അമ്മയ്ക്കും ചികിത്സ വേണ്ടി വന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തി മക്കള് ജോലിക്കിറങ്ങിയ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. അതേപോലെ കല്യാണം മാറ്റി നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ട്, ആഗ്രഹിച്ച വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. Be aware, 32.8% death occur because of health alignments in urban areas. നമ്മുടെ നാട്ടില് 32.8% ഡെത്ത് സംഭവിക്കുന്നുണ്ട്. ഈ ഹെൽത്ത് എമർജൻസീസിൽ അവർക്ക് വേണ്ടത്ര ചികിത്സ ലഭ്യമാക്കാൻ സാമ്പത്തികമായിട്ട് പറ്റാതെ വരുമ്പം 22% ഓരോ വർഷം കൂടുമ്പോഴും നമ്മളുടെ ചികിത്സാ ചെലവുകളുടെ വർധനവ്. മെഡിക്കൽ എമർജൻസി, 1% ഇന്ത്യൻസ്, 1% ഇന്ത്യക്കാർക്ക് പോലും 5 ലക്ഷം രൂപ മെഡിക്കൽ എമർജൻസീസിന് വേണ്ടി പെട്ടെന്ന് ഇന്നൊരു അത്യാവശ്യം വന്നാൽ ഇപ്പൊ പെട്ടെന്ന് എടുക്കാൻ കയ്യിലില്ലാത്ത സാഹചര്യമാണ്. ഓക്കെ, ഇനി 30% ഓഫ് ഹാർട്ട് അറ്റാക്സ് ഹാപ്പൻ ബിഫോർ ആസ് ഏജ് ഓഫ് 40. അതായത് 40 വയസ്സിന് അകത്ത് തന്നെ ഏതാണ്ട് 30%. അപ്പൊ നമുക്ക് ഈ അടുത്ത ദിവസം ഒരു കന്നഡ സൂപ്പർ സ്റ്റാർ നമ്മളുടെ മുമ്പില് മരിച്ചുപോയി. വളരെ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ. അപ്പോ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ചില ചൂണ്ടുപലകളാണ്. 85% populations does not have 5 lakhs as instant cash in time of medical emergency. മുമ്പേ പറഞ്ഞത് തന്നെയാണ്. 9 കോടി 9 crores is assumed to be diabetic in India by 2025. 2025 ആകുമ്പോഴത്തേക്കും ഇന്ത്യയുടെ പോപ്പുലേഷനിൽ ഏതാണ്ട് 9 കോടി ആളുകൾ ഷുഗർ ബാധിതരായിരിക്കും എന്നതാണ്. ഷുഗർ ബാധിച്ചാൽ നമുക്കറിയാം ഏതാണ്ട് അതിനോടനുബന്ധമായിട്ട് ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾ, വളരെയധികം ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾ വരാറുണ്ട്. കിഡ്നിയെ ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, സ്കിന്നിനെ ബാധിക്കാം, കരളിനെ ബാധിക്കാം. അങ്ങനെ പല തരത്തിലുള്ള
ഇന്ന് ഡയാലിസിസ് ചെയ്യുന്ന പല ആളുകളും മുമ്പ് ഷുഗർ പേഷ്യൻസ് ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഘടകത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോ ഇത് ആണ് നമുക്ക് വേണ്ട ഒരു പ്രധാന അവയർനെസ്. ഈ വാർത്ത നിങ്ങളെ മുമ്പ് പത്രത്തിൽ കണ്ടിട്ടുണ്ടാകും. ആർക്കും ഈ അനുഭവം ഉണ്ടാകരുത്. ചികിത്സാ ചെലവ് സാധാരണക്കാരന് താങ്ങാവുന്നതിലപ്പുറം. ഇദ്ദേഹം 15 ലക്ഷം രൂപ കോവിഡ് ബാധിച്ച ഒരു മത്സ്യത്തൊഴിലാളി, ഏതാണ്ട് അദ്ദേഹത്തിന് അതുമായി റിലേറ്റഡ് ആയിട്ട് മറ്റ് റിസ്കുകൾ വന്നിട്ട് ഏതാണ്ട് കടം മേടിച്ചും തിരിച്ചും മറിച്ചും 15 ലക്ഷം രൂപയാണ് ചികിത്സാ ചെലവ് വന്നത്. നമ്മുടെ നാട്ടിലെ പത്രത്തിൽ അച്ചടിച്ചു വന്ന വാർത്തയാണ്. ഇത് എത്ര പേരുടെ കണ്ണിൽ ഇത് കുരുങ്ങി എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഇതൊക്കെ തന്നെ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. റൈസിംഗ് ട്രീറ്റ്മെന്റ് കോസ്റ്റ്. ഇത് എൻ്റെ ഒരു പഴയ ക്യാൻസറുമായി റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ കയ്യിൽ ഒരു പഴയ സ്ലൈഡാണ് ഉള്ളത്. പുതിയ സ്ലൈഡ് ഉള്ളത് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അത് മിസ്സിംഗ് ആയി. ഇത് 2000 മുതൽ 2015 വരെയുള്ള എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് അതിന്റെ ഇരട്ടി ആയിരിക്കും ഈ 2015 മുതൽ 21 വരെയുള്ള മെഡിക്കൽ എക്സ്പെൻസ്. ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട അന്ന് 2000 ചികിത്സാ ചെലവ് എന്ന് പറയുന്നത് 1,72,000 രൂപയായിരുന്നു ചികിത്സാ ചെലവെങ്കിൽ ഇപ്പോൾ 2015 അത് 4,60,000 ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിന്റെ ഇരട്ടി കൂട്ടിയാൽ മതി 2021. അതേപോലെ തന്നെ ഓറൽ ക്യാവിറ്റി ഏതാണ്ട് 1.5 ലക്ഷമായിരുന്നു ചികിത്സാ ചെലവെങ്കിൽ 4,30,000 രൂപയാണ് 2015 ചെലവ്. 2021 ചെലവ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സെർവിക്സ് ക്യാൻസർ ഏതാണ്ട് 2000 1,84,000 രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 5 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ ചികിത്സാ ചെലവ്. ബ്രസ്റ്റ് ക്യാൻസർ വളരെയധികം നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബ്രസ്റ്റ് ക്യാൻസർ. 1.5 ലക്ഷം രൂപയായിരുന്നു 2000 ചികിത്സാ ചെലവിൽ, ഇപ്പൊ 6 ലക്ഷമാണ്. നല്ല ചികിത്സ ലഭ്യമാകണമെങ്കിൽ ഇപ്പം 2021 മിനിമം 15 മുതൽ 20 ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവാണ്. ഇനിയുള്ളത് കൊളോറക്ടൽ ക്യാൻസർ, അതാണ് 1,84,000 ആയിരുന്നു 2000 ചികിത്സാ ചെലവ്. ഇപ്പൊ അത് 5 ലക്ഷമായിട്ടുണ്ട്. 2015 5 ലക്ഷമായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇത് ഈ പറയുന്ന കാര്യങ്ങൾ റിയാലിറ്റി ആണോ എന്നുള്ളത് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തും മറ്റു കാര്യങ്ങളുമായി ശ്രദ്ധിച്ചാൽ മതി. അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാം. കാലം മാറുന്നോറും ടെക്നോളജി മാറുന്നുണ്ട്. പണ്ട് ഒരു കിഡ്നി സ്റ്റോൺ വന്നാലും നമ്മൾ ഒരു 10,000-20,000 മുടക്കി അതിനെ ഓപ്പറേറ്റ് ചെയ്ത് ഒരാഴ്ച ആശുപത്രിയിൽ കിടക്കണം. എന്നിട്ട് നമ്മൾ ഏതാണ്ട് വീട്ടിൽ വന്നിട്ട് 1 മാസത്തോളം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ജോലിക്ക് പോകാൻ പറ്റും. ടെക്നോളജി മാറി. ഇപ്പോ രാവിലെ പോയാൽ ഉച്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് ഇതിനെ പൊടിച്ചു കളഞ്ഞേച്ച് വീട്ടിൽ വരാവുന്ന രീതിയിലുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ചികിത്സാ സമ്പ്രദായം വന്നു. അതിന് ചെലവെന്ന് പറഞ്ഞാൽ മറ്റേത് 20,000 ആയിരുന്നെങ്കിൽ അതിന്റെ ചികിത്സാ ചെലവ് എന്ന് പറയുന്നത് മിനിമം 1 ലക്ഷം രൂപയായിരിക്കും. അപ്പം കാലം മാറുമ്പോൾ എല്ലാ മേഖലകളിലും പുതിയ പുതിയ സംവിധാനങ്ങളും ടെക്നോളജിയും വരുമ്പോൾ ചികിത്സാ രംഗത്ത് അത് മറ്റുള്ള മേഖലകളിൽ വരുന്നതിനേക്കാൾ കൂടുതലിരട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോഴത്തെ അഡ്വാൻസ് ആയിട്ടുള്ള ചികിത്സകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴുള്ള ചികിത്സാ ചെലവുകൾ നമുക്ക് ഊഹിക്കാവുന്നതാണ്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ കണ്ടിട്ടില്ലേ? പലപ്പോഴും സഹായം ചോദിച്ചുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വരുന്ന ചില സന്ദേശങ്ങൾ, അല്ലെങ്കിൽ ചില ജംഗ്ഷനുകളിലൊക്കെ ചില ബോർഡ് വെച്ചിരിക്കുന്നത് കാണാം, ചികിത്സാ സഹായം വെച്ചിട്ട്. ഏതാണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് 25 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെയാണ് നല്ല ഹോസ്പിറ്റലിൽ പോയി ചെയ്യണമെങ്കിൽ ചെലവ്. നമ്മുടെ കൂട്ടത്തില് എത്ര പേർക്ക് അറിയാവുന്നവരുണ്ടാവും. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഏതാണ്ട് 20 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെയാണ് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ട്രീറ്റ് ചെയ്യണമെന്നുള്ള എക്സ്പെൻസ്. ഇനി നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത എക്സ്പെൻസ് ഉള്ള ഒരു വിഷയമാണ് ആക്സിഡൻസ്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആണെന്ന് തോന്നുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജഗതി ശ്രീകുമാറിന് ആക്സിഡന്റ് പറ്റിയതിനു ശേഷമുള്ള ഒരു ബില്ലുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ കണ്ടു. ഏതാണ്ട് 75 ലക്ഷം രൂപയോളമാണ് അതിന്റെ ചികിത്സാ ചെലവ്. നമ്മൾ ഇടയ്ക്ക് ഒരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രശസ്ത സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ ബോഡി ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റല് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മരണശേഷം അന്നത്തെ ദിവസം അവർക്ക് ആ ബില്ല് സെറ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പം
പിടിച്ചു വെക്കുകയും ഏതാണ്ട് 75 ലക്ഷത്തിന് മുകളിലുള്ള ഒരു ബില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ എത്ര പേര് ഇതിനെക്കുറിച്ച് അവെയർ ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റോഡ് ആക്സിഡൻസ്, ഇത് കേരളത്തിലെ നിലവിലത്തെ കണക്കാണ്. ഏതാണ്ട് 4370 പേര് റോഡ് ആക്സിഡന്റിൽ മരണപ്പെടുന്നുണ്ട്. ലാസ്റ്റ് ഇയറിൽ അത് 39,944 ആക്സിഡന്റുകൾ ലാസ്റ്റ് ഇയറിൽ നടന്നു. അപ്പൊ ഇതില് മരണപ്പെടുന്നവരെക്കാൾ കൂടുതൽ പരിക്ക് പറ്റിയ ആളുകൾ ഏതാണ്ട് 44,467 പേരാണ് ചികിത്സയുമായിട്ട് എന്നും ബെഡിലും ആശുപത്രിയിലുമായിട്ടൊക്കെ കിടക്കുന്നത്. മരണപ്പെട്ടു പോയവരെക്കാട്ടിൽ വലിയ റിസ്ക് ഈ ആക്സിഡന്റുകൾ പറ്റി ചികിത്സിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകൾക്കുണ്ട്. നമുക്കൊരു വീഡിയോ കാണാം. ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടുകൊണ്ട് ആരെങ്കിലും 1-2 പേർക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ മ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം. ഒരു ഉണ്ണിച്ചേട്ടാ അൺമ്യൂട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോയ്ക്കുമായിട്ട് നമ്മുടെ മൈലപ്രായുമായി ബന്ധപ്പെട്ട ഒരു അപകടം 1 മാസത്തിനും ഇതല്ല, അത് വീഡിയോ എടുക്കാൻ ആർക്കും പറ്റിയിട്ടുണ്ടാവില്ല. 1 മാസത്തിന് മുമ്പ് മൈലപ്രയിൽ നടന്നു. നിങ്ങൾ അറിഞ്ഞാലും ആണോ? മൈലപ്രയിലെ ഒരു തടി കയറ്റി വന്ന ഒരു ലോറി ഒരു പാവം പിടിച്ച ഓട്ടോ ഡ്രൈവറുടെ മുകളിലേക്ക് മറിഞ്ഞു വീണു. ആരെങ്കിലും പ്രതീക്ഷിക്കുന്ന കാര്യമല്ല, വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. സെക്കൻഡുകൾ, സെന്റിമീറ്ററുകൾക്ക് അകലെ കൂടി നമ്മളുടെ അടുത്തുകൂടി എത്ര ആക്സിഡന്റുകൾ കടന്നു പോകുന്നുണ്ട്. ഞാൻ ആ മൈലപ്രയിലെ ആ ഒരു വിഷയം എന്റെ മനസ്സിൽ വന്നത് കൊണ്ടാണ് ഇന്നത്തെ സ്ക്രീൻ ഷെയറിംഗില് ഞാൻ ഈ വീഡിയോ, അതിന്റെ വീഡിയോ നമുക്ക് അവൈലബിൾ അല്ല, ഇത് എടുത്ത് ഞാൻ ഇപ്പൊ കാണിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചിലർക്കൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിട്ട് തോന്നും. പക്ഷെ ഇത് യാഥാർത്ഥ്യങ്ങളാണ്. ഇതിനെ പോസിറ്റീവ് ആക്കാനുള്ള മാർഗങ്ങൾ ഞാൻ ഇതിന് പിന്നാലെ പറയുന്നുണ്ടാവും. ഓക്കെ. Chemotherapy and hormonal therapy can cost anything from 10,000 to 4 lakh. അതായത് കീമോതെറാപ്പിയുടെ ചികിത്സാ ചെലവ് ഇത്രയുമാണ് നമ്മുടെ നാട്ടിൽ ക്യാൻസർ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ, ഡിപ്പെൻഡിങ് ഓൺ ദ ഡ്രഗ്സ് യൂസ്ഡ് ആൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ്. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ almost all insurance companies offer policies which include critical illness cover, typically a RS 10 lakhs to 1 CR. Policy with such a cover would mean an annual premium of RS 18,000 to 1 lakh, depending on family size and age. നമ്മുടെ ഫാമിലിയുടെ സൈസും ആളുകളുടെ വയസ്സിനും അനുസരിച്ച് വെറും ഒരു പനി വന്നാൽ ചെലവാകുന്ന പൈസ ഉണ്ടെങ്കിൽ, അതായത് ഇന്നത്തെ കാലത്ത് ഒരു വൈറൽ ഫീവർ വന്നാൽ മിനിമം ഒരു 25,000 രൂപ മുതൽ മുകളിലേക്ക് ചികിത്സാ ചെലവ് വരും. അപ്പോൾ ഫാമിലിയുടെ സൈസ് ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണത്തിനനുസരിച്ച് 18,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് അത്യാധുനിക കാറുകൾക്കൊക്കെ വലിയ എമൗണ്ട് ആൾക്കാർ പ്രീമിയം അടയ്ക്കുന്നുണ്ട്. നമുക്ക് ഫാമിലിയുടെ മെമ്പേഴ്സിന്റെ എണ്ണം കുറവാണെങ്കിൽ പ്രീമിയം കുറവായിരിക്കും, പ്രായം കുറവാണെങ്കിൽ പ്രീമിയം കുറവായിരിക്കും. പ്രായം കൂടുകയും ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണം കൂടുകയും ചെയ്താൽ ഇൻഷുറൻസുകളിലെ പ്രീമിയം അതിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോ മിനിമം ഒരു 18,000 രൂപ മുതൽ മുകളിലേക്കുള്ള എമൗണ്ടിന് നമുക്ക് ഇന്നത്തെ കാലത്ത് 1 കോടി രൂപ വരെയുള്ള ചികിത്സാ ചെലവുകൾ ലഭിക്കും. ഒരു പനിയുടെ കാശുണ്ടെങ്കിൽ, ഒരു പനിക്ക് ചികിത്സിക്കുന്ന കാശാണ്. 1 കോടി രൂപയുടെ ചികിത്സ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, ഇതുപോലെയുള്ള ക്രിട്ടിക്കൽ ആക്സിഡന്റുകൾ, ഇത്തരം കാര്യങ്ങൾ വരുമ്പോ
അതിന്റെ ചികിത്സാ ചെലവ്. ഇന്നത്തെ കാലത്ത് കാർ ഇല്ലാത്തവർ നമ്മുടെ നാട്ടിൽ വളരെ വിരളമാണ്. നമ്മൾ എത്രയോ വാർത്ത കണ്ടിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ പത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാലഭാസ്കറിന് പറ്റിയ പോലെയുള്ള എത്രയോ ആക്സിഡന്റുകൾ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. ഫാമിലി ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഒന്നിൽ കൂടുതൽ ആളുകൾക്കാണ് പരിക്ക് പറ്റുന്നത്. ഒരാൾക്കല്ല, രണ്ടുപേർക്കല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾക്കാണ് പരിക്ക് പറ്റുന്നത്. സ്വാഭാവികമായും ഒരായുഷ്കാലത്തെ സമ്പാദ്യം ആണ് അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന റിസ്ക്. ടു പ്രൊട്ടക്ട് യുവർ സേവിങ്സ്, നിങ്ങളുടെ സമ്പാദ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുവാനുള്ള ഏറ്റവും നല്ല മാർഗം, ഏറ്റവും അത്യാവശ്യമായ മാർഗം ആരോഗ്യ ഇൻഷുറൻസ് ആണ്. ടു ഡീൽ വിത്ത് മെഡിക്കൽ ഇൻഫ്ലേഷൻ, അതായത് വർദ്ധിച്ചു വരുന്ന ചികിത്സ. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഓരോ ടെക്നോളജി പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റോബോട്ടിക് സർജറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റോബോട്ടിക് സർജറി, പണ്ട് ഡോക്ടർ ഒരു 10 സെന്റിമീറ്റർ കീറിയ ഒരു സർജറി ചെയ്യുന്ന സ്ഥാനത്ത് ഇപ്പൊ റോബോട്ട് സർജറി ചെയ്യും. സ്റ്റിക്കർ കട്ട് ചെയ്യുന്ന പോലെ മാംസത്തിന്റെ ദശയുടെ തിക്നെസ് എല്ലാം കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് 1 സെന്റിമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകൂല. ബ്ലീഡിങ് കുറവായിരിക്കും, സ്റ്റിച്ച് കുറവായിരിക്കും. 10-15 ദിവസം ആശുപത്രി കിടക്കുന്നത് ഒരു 4-5 ദിവസം കിടന്നാൽ മതി. ഒരു മാസം നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സ്ഥാനത്ത് ഒരാഴ്ച കൊണ്ട് ക്യൂർ ആകും. ബില്ല് പണ്ട് 3 ലക്ഷം ആയിരുന്നെങ്കിൽ ഇപ്പോൾ 8 ലക്ഷം ആയിരിക്കും, അല്ല 5 ലക്ഷം ആയിരിക്കും. ഇപ്പൊ ടെക്നോളജി മാറും. നമ്മളൊക്കെ ആരായാലും ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ചികിത്സകൾ ഹോസ്പിറ്റലൈസേഷൻ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ഇൻഷുർ എയർലി ടു സ്റ്റേ സെക്യൂർഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എന്നാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ടത്? നമുക്ക് കുറെ കാലം എനിക്കൊരു ഇൻഷുറൻസ് എടുക്കണം, നാളത്തേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ്. എല്ലാവരും നാളത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഒരിക്കലും ഹോസ്പിറ്റൽ എക്സ്പെൻസിനെ നമുക്ക് നാളത്തേക്ക് മാറ്റി വെക്കാൻ കഴിയില്ല. അത് എപ്പോഴും സഡൻലി നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതാണ്. അപ്പൊ അതേ ഒരു സീരിയസ്നെസ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന കാര്യത്തിലും നമുക്ക് ഉണ്ടായിരിക്കണം. What if you have the cover? മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ കോർപ്പറേറ്റ് ലിസ്റ്റിലുള്ള ഹോസ്പിറ്റലുകളിൽ നമുക്ക് ചികിത്സിക്കാം. പൈസ മുൻകൂട്ടി കരുതി വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനുള്ള സംവിധാനങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ മുമ്പിൽ ഒരു ചികിത്സ ആവശ്യമായി വരുന്ന സമയത്ത് അവന്റെ മുമ്പിൽ പെട്ടെന്നൊരു സാമ്പത്തികത്തിന് വേണ്ടി ഒരിക്കലും ഒരു ആരോഗ്യ ഇൻഷുറൻസ് കൈവശമുള്ള ഒരു വ്യക്തി കൈനീട്ടി നിൽക്കേണ്ട അവസ്ഥ വരില്ല. ഇതാണ് പ്രധാനമായിട്ടും ആരോഗ്യ ഇൻഷുറൻസിന്റെ ഒരു ആവശ്യകതയിൽ ഒന്ന്. What if you do not have the cover? May limit treatment according to the capacity. May lose savings, assets, relationship under a lower value. നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മള് മറ്റു പലരോടും മുമ്പിൽ നമുക്കൊരു പെട്ടെന്നൊരു അത്യാവശ്യത്തിന് ചോദിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്സിനെ അത് ബാധിക്കും. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അത്തരത്തിലുണ്ട്. മേക്കേഴ്സ് ടൈം ഡിലേ ഫോർ ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റ് വൈകിക്കേണ്ടി വരില്ല. നമുക്ക് ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. പിന്നെ if the bread earner is under treatment, the entire family will suffering. പലപ്പോഴും ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മള് പ്രത്യേകിച്ചും പ്രവാസികളെ സംബന്ധിച്ചൊരു കാര്യം ഞാൻ പറയാം. അവരറിഞ്ഞിരിക്കേണ്ട പോയിന്റാണ്, നാട്ടിലുള്ള വൈഫിനും മക്കൾക്കും വേണ്ടി എടുക്കും. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, നമ്മുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒരു ആവശ്യം വന്നാൽ നമ്മൾ അതിന് പരിഹാരം കാണും. അതേസമയത്ത് നമുക്കൊരു ആവശ്യം വന്നാൽ ചിലപ്പം കൊച്ചു പിള്ളേർക്കോ അല്ലെങ്കിൽ വൈഫിനോ അതിന് പരിഹാരം കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. എപ്പോഴും അന്നദാതാവിനെ ആദ്യം ഇൻഷുർ ചെയ്യണം എന്നുള്ളതാണ് ഒരു ഫാമിലിയുടെ സെക്യൂരിറ്റിക്ക് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ സാധാരണ പ്രോഗ്രാം എടുക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തിയാണ്. 2 തരം ഇൻഷുറൻസ് ആണ് നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ളത്. ഒന്ന് ടൈലർ മെയ്ഡ് ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയും.
ടൈലർ മെയ്ഡ് ഇൻഷുറൻസ് പോളിസി എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ, ഒരു എംപ്ലോയർ ആകാം, അല്ലെങ്കിൽ ഒരു നമ്മുടെ നാട്ടിലെ മൈലപ്ര പ്രവാസി അസോസിയേഷൻ പോലെയുള്ളൊരു സംഘടനയാകാം, അവര് ആ സംഘടനയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒക്കെ എടുക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തോ നാട്ടിലോ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജോലി തരുന്ന തൊഴിൽ ദാതാവ് അവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി എടുക്കുന്നതാകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ള ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിന് വേണ്ടി തരുന്ന പോളിസിയാകും. ഇത്തരം പോളിസികൾക്കാണ് ടൈലർ മെയ്ഡ് പോളിസി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുക. ഇപ്പൊ ഈ ടൈലർ മെയ്ഡ് പോളിസിയോ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പോളിസിയുടെ ഓണർ നമ്മളല്ല, ആ എംപ്ലോയർ അല്ലെങ്കിൽ ആ ഏത് ഓർഗനൈസേഷൻ ആണോ, ബാങ്ക് ആണെങ്കിൽ അക്കൗണ്ട് ഹോൾഡേഴ്സിന് വേണ്ടി പോളിസി തന്നെ, ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, ആ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും ആ പോളിസിയുടെ ഓണർ. പണ്ട് നമുക്കറിയാം, മനോരമ പത്രം വായിച്ചപ്പോൾ പത്രത്തിന്റെ കൂടെ നാട്ടിലെ ഫ്രീ ആയിട്ട് ഇൻഷുറൻസ് കവറേജ് കൊടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ മിക്കപ്പോഴും മനോരമ പണ്ട് മുതൽ വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം അല്ലെ. അപ്പൊ ഈ മനോരമ വായിച്ചിട്ടുള്ള ആ ഇൻഷുറൻസിന്റെ ഓണർ മനോരമയാണ്, മനോരമയുടെ വരിക്കാർക്ക് വേണ്ടി കൊടുത്താണ്. അത്തരം ഇൻഷുറൻസ് ആണ് നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുമ്പം നിങ്ങൾക്ക് എംപ്ലോയർ തരുന്ന ഇൻഷുറൻസ് കവറേജ്. എപ്പോ വേണമെങ്കിലും അവർക്ക് നിർത്താം. അല്ലെങ്കിൽ വേറൊന്ന് പ്രധാനമായിട്ടുള്ള കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നതിന് ശേഷം, നമ്മൾ മിക്കപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് ഒരാൾക്ക് സീരിയസ് ആയിട്ട് ആവശ്യം വന്നു, ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതായി, പിന്നീട് ആള് നാട്ടിലേക്ക് വരുന്നു, വൈഫിനും മക്കൾക്കും അദ്ദേഹം എടുത്തു, ഇദ്ദേഹത്തിന് വിദേശത്ത് ജോലിയുള്ള കാരണത്താൽ ഇദ്ദേഹത്തിന് ഇൻഷുറൻസ് എടുക്കേണ്ട, കാരണം അവിടെ ഒരു കവറേജ് എംപ്ലോയർ കൊടുക്കുന്ന ഒരു കവറേജ് ഉണ്ടായിരുന്നു. ഒരു ആവശ്യം വന്നതിന് ശേഷം ഇദ്ദേഹം പിന്നീട് അവിടുത്തെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ നാട്ടിലേക്ക് വരുമ്പോൾ ഇനി എനിക്കൊരു ഇൻഷുറൻസ് കവറേജ് വേണം എന്ന് പറഞ്ഞ് ഒരു ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല. ഹെൽത്ത് ഉള്ളപ്പോഴേ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് നമുക്ക് നിങ്ങളുടെ എംപ്ലോയറും മറ്റും തരുന്ന ചില വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ആ ജോലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില കണ്ടീഷൻസ് വെച്ചിട്ടുള്ള പോളിസി ആയിരിക്കും അവിടെ കിട്ടുക. എപ്പോഴും നമുക്ക് നല്ലത് രണ്ടാമത്തെ സെൽഫ് ഓണർഷിപ്പ് ഇൻഷുറൻസ്. നമ്മൾ തന്നെ പ്രപ്പോസറായി നമ്മളുടെ പൂർണ്ണമായ ഉടമസ്ഥതയിലുള്ള ഒരു ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എടുക്കാം. അത്തരം പോളിസിയുടെ ഗുണം, ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ അത്തരം ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുത്താൽ നമുക്ക് ഇറ്റ് ക്യാൻ ബി റിന്യൂഡ് ലൈഫ് ടൈം. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളുടേതായ പോളിസി ആയതുകൊണ്ട് നമുക്ക് നിർത്തിപ്പോരേണ്ടി വരില്ല. ജീവിതകാലം മുഴുവൻ ഈ ഇൻഷുറൻസ് പോളിസി നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും നാട്ടിലില്ലെങ്കിലും വിദേശത്താണെങ്കിലും നമ്മളുടെ ഫാമിലിയെ ഇൻഷുർ ചെയ്തിട്ടുള്ളവരാകും മിക്കവരും. ചിലപ്പോൾ ജോലിയുള്ള കാരണത്താൽ മറ്റൊരു ഇൻഷുറൻസ് പോളിസി നമ്മളെ അവിടെ കവറേജ് ഉള്ള കാരണത്താൽ അതിൽ നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകില്ല. നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അതിന്റെ ഭാഗമാകണം. നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു സമയത്ത് ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഈ നാട്ടിലാണ് താമസിക്കേണ്ടത്, ആ സമയത്ത് ഒരിക്കലും ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് നമുക്ക് ഇൻഷുറൻസ് തരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇത്തരം പോളിസികളെ ഞാൻ വാടക വീട് എന്നാണ് പറയുക. ജോലി ചെയ്യുന്ന എംപ്ലോയർ അല്ലെങ്കിൽ ബാങ്ക് ഒക്കെ തരുന്ന പോളിസി വാടക വീടാണ്. വാടക വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരുദോഷം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടാമത് വാടകയ്ക്ക് വീട് കിട്ടൂല എന്ന് പറഞ്ഞ പോലെ ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പിന്നീട് ഒരു ഇൻഷുറൻസ് എടുക്കാൻ പറ്റുകയില്ലെന്നുള്ളതാണ് വസ്തുത. ഇത് ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. മൊബൈലിൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ടച്ച് സ്ക്രീനുള്ള ലാപ്പ് ഒക്കെ ആണെങ്കിൽ ഇതൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇതൊരു ടൈലർ മെയ്ഡ് ഇൻഷുറൻസ് പോളിസിയുടെ ബോണ്ട് പേപ്പർ ആണ്. ഒരു ടൈലർ മെയ്ഡ് ഇൻഷുറൻസ് പോളിസി, അതായത് ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു എംപ്ലോയർ അവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന ഇൻഷുറൻസ് പോളിസിയാണ്. ഈ പോളിസിക്ക് അതിൽ വ്യക്തമായിട്ട് ആദ്യം ഏറ്റവും മുകളിൽ എഴുതിയിട്ടുണ്ട്, ഈ പോളിസിയുടെ ഓണർ എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ ആണ്. രണ്ടാമത് ഇവര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഈ പോളിസി ഡിസൈൻ ചെയ്യുക, നമ്മുടെ എല്ലാ ഇഷ്ടത്തിനനുസരിച്ചല്ല. ഇതിൽ 5 ലക്ഷം രൂപയുടെ കവറേജ് ആണ് ഈ പോളിസിയിൽ പറയുന്നതെങ്കിലും ഓരോ രോഗത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന എമൗണ്ടിന് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപ ടോട്ടൽ ഉപയോഗിക്കാം. പക്ഷെ ഒരു ഹാർട്ട് ഡിസീസ് വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം, സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ 50,000, ഇങ്ങനെ ഓരോ രോഗത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീലിംഗ് വെച്ചിട്ടുണ്ട്. നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനമോ അല്ലെങ്കിൽ അവരൊക്കെ തരുന്ന കവറേജുകൾ, ചില കവറേജുകൾ നമുക്ക് പൂർണ്ണമായിട്ടും അതിനകത്തിലെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നതായിരിക്കില്ല എന്നുള്ളതാണ്. അതാണ് ടൈലർ മെയ്ഡ് പോളിസിയുടെ ഒരു ഡിഫക്റ്റ്. ഒരു കള്ളൻ വിലപ്പെട്ടതൊക്കെ അപഹരിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ?
കാണുന്നില്ലേ? ഓക്കെ ഓക്കെ. ഇതില് നമ്മള് ആ വീട് നോക്കുന്ന മനോഹരമായ വീടാണ്. നമ്മളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി വെയിലും മഴയും കൊള്ളാതെ താമസിക്കുവാനായിട്ട് ഒരായുഷ്കാലത്തെ സമ്പാദ്യം കൊണ്ട് വെച്ചൊരു വീട്. സെക്യൂരിറ്റിക്ക് നമ്മൾ വീട് വെച്ചു, വീടിന് കഥ കിട്ടു, അതിന് ഏറ്റവും നല്ല ലോക്ക് വെച്ചു. നമ്മുടെ വിലപ്പെട്ട ആസ്തികൾ സംരക്ഷിക്കാനായിട്ട്, മൂന്നാമത്തെ പടം നോക്കൂ, വിലപ്പെട്ട ആസ്തികൾ സംരക്ഷിക്കാൻ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ചെയ്തിട്ടുണ്ടാവും. നല്ല വീട് വെച്ചിട്ടുണ്ടാവും, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണത്. നമ്മള് വീടിന് ഏറ്റവും ഉറപ്പുള്ള കഥ ഇട്ടിട്ടുണ്ടാവും, ഏറ്റവും നല്ല ലോക്ക് ഇട്ടിട്ടുണ്ടാവും നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടില് നമ്മുടെ ഗോൾഡ്, അതുപോലെ തന്നെ മുദ്രപത്രം, പൈസയൊക്കെ സൂക്ഷിക്കാനായിട്ട് ഉറപ്പുള്ള ഒരു ലോക്കർ അല്ലെങ്കിൽ അലമാര നമ്മുടെ വീട്ടിലുണ്ടാവും. അതുകൂടാതെ CCTV ക്യാമറ വെച്ചവരുണ്ട്, നല്ലപോലെ മതിൽ കെട്ടി ഗേറ്റ് ഇട്ടവരുണ്ട്, സെക്യൂരിറ്റിക്ക് വേണ്ടി പട്ടിയെ വളർത്തുന്നവരുണ്ട്. വീട്ടില് സെക്യൂരിറ്റി ജീവനക്കാരനെ വെച്ച ആളുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. നോക്കൂ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കള്ളൻ കയറി നമ്മുടെ സ്വത്ത് അപഹരിക്കാതിരിക്കാനുള്ള എല്ലാ സെക്യൂരിറ്റികളും ഓരോരുത്തരുടെയും ആസ്തിക്കനുസരിച്ച് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് പൈസ ഉള്ളവർ ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കള്ളൻ അറിയാതാണ് എടുത്തുകൊണ്ട് പോകുന്നതെങ്കിൽ, അസുഖമെന്ന് പറഞ്ഞ കള്ളൻ കയറി കഴിഞ്ഞാൽ നമ്മൾ സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ തന്നെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടു കൊടുക്കും. കള്ളൻ അറിയാതെ കൊണ്ടുപോകും. ഇതുണ്ടോ കാറ്, നമ്മൾ ഇൻഷുറൻസ് അടച്ച് മിറ്റത്തിട്ടിരിക്കുന്ന കാറ്, നമ്മളെ LIC പോളിസി, ഇതൊരു അനുഭവമാണ് ഒരാളുടെ. ഒരു 20 വർഷത്തെ LIC പോളിസി, ഇവിടെ LIC പോളിസി ചേർന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും. LIC പോളിസി നല്ലതാണ്. 5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ കിട്ടുന്ന പോളിസി 5 കൊല്ലം ബാക്കി നിൽക്കുക, ഇടയ്ക്ക് വെച്ച് സറണ്ടർ ചെയ്തിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ബില്ല് അടച്ചിട്ട് സ്പൈനൽ കോഡിന് ആക്സിഡന്റ് പറ്റിയ മകനെ ചികിത്സിച്ച ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസാണ്. അപ്പോ നമ്മുടെ നാട്ടില് നമ്മുടെ വീട്, നമ്മൾ സംരക്ഷിച്ചു വെച്ചേക്കുന്ന ഗോൾഡ്, സ്വത്ത്, ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്ന പൈസ, നമ്മുടെ LIC പോളിസി അടക്കം സകലതിനെയും സംരക്ഷിച്ച് നിർത്തുന്നത് നമ്മൾ ഉദ്ദേശിച്ച പർപ്പസിന് ഉപയോഗിക്കാൻ വേണ്ടി, അതിനെ നമ്മൾ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിനെ സംരക്ഷിച്ച് നിർത്തുന്നത് ഒരു ചെറിയ പൈസ മുടക്കി എടുക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പോളിസി ആയിരിക്കും. ആരോഗ്യ ഇൻഷുറൻസ് പോളിസി ഞാൻ ഈ പറയുന്നത്, നിങ്ങള് ആരോഗ്യ ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കുമ്പോൾ, എവിടെ നിന്ന് തിരഞ്ഞെടുത്താലും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. ആരോഗ്യ ഇൻഷുറൻസ് പോളിസി റിസ്ക് റിലേറ്റഡ് ആണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ആരോഗ്യ ഇൻഷുറൻസ് പോളിസി റിസ്ക് റിലേറ്റഡ് ആണ്. നമ്മുടെ 3 ചിത്രങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു തുണിക്കടയുടെ പടമാണ്, രണ്ടാമത്തേത് ഒരു പെട്രോൾ പമ്പിന്റെ പടമാണ്, മൂന്നാമത്തേത് ഒരു പടക്കക്കടയുടെ പടമാണ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ 100 പേര് ഇൻഷുറൻസ് എടുക്കുമ്പം 80 പേർക്ക്, നേരത്തെ കോവിഡിന്റെ വരവിന് മുമ്പ് ഏതാണ്ട് 90 പേർക്ക് രോഗം വരില്ലായിരുന്നു, 10 പേർക്കായിരുന്നു രോഗം വരിക. ഇപ്പൊ ഏതാണ്ട് 100 പേര് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ 80 പേർക്ക് രോഗങ്ങൾ വരാറില്ല, 20 പേർക്കായിരിക്കും രോഗം വരിക. ഈ ക്ലെയിം വരാത്ത 80 പേരുടെ കാശായിരിക്കും ക്ലെയിം വരുന്ന 20 പേര് വാങ്ങുക. ക്ലെയിം വരാത്ത 80 പേരുടെ കാശായിരിക്കും ക്ലെയിം വരുന്ന 100 പേരിൽ. ഇന്നത്തെ കാലത്ത് ഒരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ, 100 ഫാമിലി എടുത്തു കഴിഞ്ഞാൽ 400 മെമ്പർമാർ. ഒരു ഫാമിലിയിൽ മിനിമം ഹസ്ബൻഡും വൈഫും 2 കുട്ടികളാണല്ലോ, 400 മെമ്പർമാർ കാണും. അതിൽ എത്ര ക്യാൻസർ പേഷ്യൻസ് കാണും, അതേപോലെ തന്നെ എത്രയോളം പലതരം ആക്സിഡന്റ് പറ്റുന്ന ഹാർട്ട് ഡിസീസ് വരുന്നവരടക്കം ഒരുപാട് പേര് കാണും. അപ്പൊ നമുക്ക് ഇൻഷുർ ചെയ്യുമ്പോൾ ഒരു ഇൻഷുറൻസ് പോളിസി, നിങ്ങൾ നാളെ എവിടെ നിന്നെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, റിസ്ക് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആക്കിയാൽ മാത്രമേ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് നിങ്ങൾക്ക് പോളിസി തരാൻ കഴിയുള്ളൂ. അതായത് തുണിക്കടയും പടക്കക്കടയും കൂടെ 10,000 രൂപയാണ് മുരളിച്ചേട്ടാ, 10,000 രൂപയാണ് ഒരാൾക്ക് പ്രീമിയം ഇരിക്കുന്നത്. തുണിക്കടക്കാരനെ 10,000 രൂപ വാങ്ങിച്ചു, പടക്കക്കടക്കാരനെ 10,000 രൂപ വാങ്ങിച്ച് ഇൻഷുർ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. തുണിക്കടക്കാരന്റെ പൈസ പടക്കക്കടക്കാരൻ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇൻഷുറൻസ് കമ്പനി ഒരാളെ ഇൻഷുർ ചെയ്യുമ്പം സെയിം റിസ്കിൽ ഉള്ളവരെയാണ് ഇൻഷുർ ചെയ്യുക, ഇല്ലെങ്കിൽ റിസ്ക് ഈക്വൽ ആക്കും. തുണിക്കടക്കാരൻ്റെ കയ്യിൽ നിന്ന് 10,000 ആണ് വാങ്ങുന്നതെങ്കിൽ പടക്കക്കടക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു 15,000 വാങ്ങിയാൽ അവനെ ഇൻഷുർ ചെയ്യാം. തുണിക്കടയുടെ കൂടെ തന്നെ എക്സ്ട്രാ പ്രീമിയം, അധികത്തിലുള്ള റിസ്കിന് എക്സ്ട്രാ പ്രീമിയം വാങ്ങി ഇൻഷുർ ചെയ്യാം. പെട്രോൾ പമ്പുകാരന്റെ കയ്യിൽ നിന്നും തുണിക്കടക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ അധികത്തിലുള്ള പൈസ വാങ്ങിയാൽ ഒരുമിച്ച് ഇൻഷുർ ചെയ്യാം. എന്ന പോലെയാണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് വരുമ്പോഴും നമ്മൾ ഏജ് ഒരു 35 വയസ്സുകാരനെയും ഒരു 60 വയസ്സുകാരനെയും ഇൻഷുർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ തുണിക്കടയിൽ നിന്നും പടക്കക്കടയിൽ നിന്നുള്ള
റിസ്കിലുള്ള വ്യത്യാസം ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യത്തിലും ഉണ്ട്. തുണിക്കടക്കാരന്റെ കയ്യിൽ നിന്ന് അന്നേരം 10,000 ആണ് വാങ്ങി 35 വയസ്സുകാരനിൽ നിന്ന് വാങ്ങിയ അതേ കവറേജിന് 60 വയസ്സുകാരൻ സ്വാഭാവികമായിട്ട് റിസ്ക് കൂടുതലായതുകൊണ്ട് കുറച്ച് കൂടുതൽ പ്രീമിയം അടച്ചാൽ മാത്രമേ ആ റിസ്കിനെ ഈക്വൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ റിസ്കിനെ ഈക്വൽ ആക്കുന്ന പ്രക്രിയയുടെ പേരാണ് അണ്ടർ റൈറ്റിംഗ്. നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ 2-3 രീതിയിൽ നമ്മൾ റിസ്കിനെ ഈക്വൽ ആക്കും. ഒന്നുകിൽ എക്സ്ട്രാ പ്രീമിയം ചാർജ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഉള്ള ഒരാൾ, പ്രായമായ ഒരാള്, മറ്റൊരാള് കുറച്ചുപേര് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ചെറുപ്പക്കാരനായ വ്യക്തി, താഴത്തെ പടം കണ്ടിട്ടുണ്ടാവാം. ഒന്നുകിൽ ആ ആളുടെ പ്രീമിയം ചെറുപ്പക്കാരന്റെ പ്രീമിയത്തിനേക്കാൾ കൂട്ടി വാങ്ങിച്ചുകൊണ്ട് റിസ്കിനെ ഈക്വൽ ആക്കാം. നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് എപ്പോഴും എന്താണോ പോളിസി എടുക്കുന്നതിന് മുൻപേ ഉള്ള രോഗങ്ങൾ എന്തെങ്കിലും പ്രായമായ ആൾക്ക് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ആ വ്യക്തിക്ക് ആ നിലവിലുള്ള രോഗത്തിന് ഒന്നുകിൽ എക്സ്ട്രാ പ്രീമിയം ചാർജ് ചെയ്യുകയോ അല്ല എങ്കിൽ ആ നിലവിലുള്ള രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു നിശ്ചിത വെയിറ്റിംഗ് പീരീഡ്. ഇപ്പോൾ ഒരാൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ആളുടെ കൂടെ ഒരു ഷുഗറും പ്രഷറും ഉള്ള ഒരാളെ ഇൻഷുർ ചെയ്യുന്നു. അപ്പൊ ആ ഷുഗറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുൻപേ ഉള്ളതായതുകൊണ്ട് അതിനൊരു 3 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് വെക്കുമ്പോൾ ആ റിസ്ക് ഈക്വൽ ആവും. അതായത് തുണിക്കടയ്ക്ക് ബ്ലാസ്റ്റിംഗ് ഒരു പ്രശ്നമല്ല, പടക്കക്കട തുണിക്കടയിൽ ഉൾപ്പെടുത്തുമ്പോൾ പൊട്ടിത്തെറി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഇൻഷുറൻസിന്റെ പരിധിയിൽ വരില്ല എന്നൊരു ക്ലോസ് വെച്ചാൽ റിസ്ക് ഈക്വൽ ആവുമെന്ന് പറഞ്ഞ പോലെയാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യത്തിലും. നമുക്ക് എന്തെങ്കിലും നിലവിലുള്ള രോഗമുണ്ടെങ്കിൽ അവര് നമ്മുടെ കാറ് തട്ടിയതിനു ശേഷം ഒരിക്കലും കാറ് വർക്ക്ഷോപ്പിൽ കൊണ്ട് പണിയാൻ പറ്റില്ല. ഇൻഷുറൻസ് എടുത്ത ശേഷം മുമ്പ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പണിയാൻ പറ്റും. ഹെൽത്ത് ഇൻഷുറൻസിൽ നമുക്ക് മുൻപ് ഇൻഷുറൻസ് ഉള്ള ഒരാൾക്ക് സമയത്ത് കൊണ്ടുപോയി പണിയാൻ പറ്റും. ഇല്ല, നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കാണിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഒരു മുൻപേ ഉള്ള രോഗത്തിന് മാത്രം റിസ്ക് ഈക്വൽ ആക്കാനായിട്ട് അവരൊരു വെയിറ്റിംഗ് പീരീഡ് വെക്കും. ഓക്കെ, നെക്സ്റ്റ്. ഡിഫറൻസ് ബിറ്റ്വീൻ സിക്നസ്, ഡിസീസ് ആൻഡ് ഇൽനെസ്. എന്താണ് അസുഖവും രോഗവും മാരക രോഗവും തമ്മിലുള്ള വ്യത്യാസം? നമ്മളെപ്പോഴും ഒരാൾക്ക് വയ്യാതെ വന്നു കഴിഞ്ഞാൽ ആൾക്ക് സുഖമില്ല, അസുഖമാണെന്നായിരിക്കും പറയുക. ശരിക്കും അസുഖവും രോഗവും രണ്ടും രണ്ടാണ്. ഇതിനകത്ത് മെഡിക്കൽ ബന്ധമുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. സുഖമാകുന്ന കാര്യങ്ങളെയാണ് അസുഖം എന്ന് പറയുക. അസുഖം അല്ലെങ്കിൽ സിക്നസ് എന്ന് പറയുക കംപ്ലീറ്റ്ലി ഭേദപ്പെടുന്നതും പെട്ടെന്ന് വരുന്നതും പൂർണ്ണമായി ഭേദപ്പെടുന്നതുമായ കാര്യങ്ങളെയാണ് നമ്മൾ അസുഖം എന്ന് പറയുക. സുഖമില്ലാത്ത അവസ്ഥ അത് സുഖമാവുന്നതാണ്. രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഭേദപ്പെടുത്താൻ കഴിയില്ല, അതിനെ നിയന്ത്രിക്കാൻ മാത്രമേ കഴിയുള്ളൂ. സർജറി കൊണ്ടോ അപകടം കൊണ്ടോ നിയന്ത്രിക്കാൻ മാത്രം കഴിയുന്നതാണ് രോഗം അല്ലെങ്കിൽ ഡിസീസ്. ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരിക്കൽ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ അത് നാളെ മാരക രോഗമായിട്ട് മാറും, ഇൽനെസ് ആയിട്ട് മാറും. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അസുഖമാണെങ്കിൽ നമ്മൾ അത് കാണിച്ചെടുക്കേണ്ട കാര്യമില്ല. അതേ സമയത്ത് രോഗമാണെങ്കിൽ നമ്മൾ അതെന്താ, കാരണം അത് മുമ്പ് നമുക്ക് രോഗം വന്നിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തന്നെ ഇൻഷുറൻസ് എടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചികിത്സിക്കാൻ ആശുപത്രി പോകുമ്പോൾ ഡോക്ടറോട് ഒരിക്കലും ഒരാളും ഒരു ഹിസ്റ്ററി മറച്ചു വെക്കൂല. ഈ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയാൽ ചികിത്സിക്കുന്ന ആശുപത്രിയിലെ ഡോക്ടറോട് നമ്മൾ പറയുന്ന പേപ്പർ അവർക്ക് കൊടുക്കണമെന്നാണ് ഗവൺമെന്റിന്റെ റൂള്. അന്നേരം അവർ കൃത്യമായിട്ട് അറിയും നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഹിസ്റ്ററി എന്താണോ കറക്റ്റ് ആയിട്ട് കാണിച്ചെങ്കിൽ എടുക്കുക എന്നുള്ളതാണ്. ഡിസീസോ ആക്സിഡന്റോ ഉണ്ടെങ്കിൽ കാണിച്ചെടുക്കണം. ഇൽനെസ് വന്നിട്ട് നിലവിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നവർക്കൊന്നും ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. അത് പെട്രോൾ പമ്പാണ്. നിലവിൽ ഒരാൾക്ക് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുക, ഇതിനകത്ത് പടം കണ്ടോ, ഒരു ചെറുപ്പക്കാരൻ ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുന്നു. ആ വ്യക്തിക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇൽനെസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു രോഗം ചികിത്സിച്ച് ഭേദപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് ചില പ്രത്യേക കേസുകളിൽ ഇൻഷുറൻസ് കവറേജ് കൊടുക്കാറുണ്ട്. എക്സ്ക്ലൂഷൻസ് ഇൻ ഹെൽത്ത് ഇൻഷുറൻസ്. ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിൽ കവർ ചെയ്യും, പക്ഷെ ചില കാര്യങ്ങൾ തുടക്കം മുതൽ കവർ ചെയ്യില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത്, എ പേഴ്സൺ ഹു ഹാവ് സഫേർഡ് ക്രിട്ടിക്കൽ ഇൽനെസ് ഈസ് നോട്ട് എലിജിബിൾ ഫോർ ടേക്കിംഗ് ഹെൽത്ത് ഇൻഷുറൻസ്. ക്രിട്ടിക്കൽ ഇൽനെസ് മുമ്പേ പറഞ്ഞ പോലെ വന്നിട്ട് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ വന്നവർക്കോ ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തുണിക്കടയുടെയും പടക്കക്കടയുടെയും കാര്യം ഓർത്താൽ മതി. നമ്മളോടൊപ്പം ആരോഗ്യമുള്ള ആളോടൊപ്പം ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് വന്ന ആളുകൾക്ക് ഒരിക്കലും ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. അടുത്തത്, those who have suffered any disease or accidents can health insurance after declaration.
മുമ്പേ പറഞ്ഞ ക്രിട്ടിക്കൽ ഇൽനെസ് അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ എന്തെങ്കിലും രോഗങ്ങളോ സർജറിയോ ആക്സിഡന്റോ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് പോളിസി നിങ്ങൾ എടുക്കുന്ന സമയത്ത് അത് എന്താണെന്ന് കാണിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടും. നമുക്ക് നിലവിലുള്ള കേസുകൾ കാണിച്ചെടുക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ മുമ്പേ ഉള്ളതായതുകൊണ്ട് അതിന് അവരൊരു വെയിറ്റിംഗ് പീരീഡ് വെച്ചിട്ടായിരിക്കും തരിക. ഇനി ഇൻഷുറൻസ് പോളിസി എടുത്തതിന് ശേഷം ആളുകൾക്ക് 2 കൊല്ലം ചില കാര്യങ്ങൾ ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുത്തില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പൊ ഒരാൾക്ക് ഒരു നെഞ്ചുവേദന വന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അയാളെ ICUയിൽ അഡ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ സർജറി ചെയ്യാനായിട്ട് കയറ്റി. അതേ സമയത്ത് അത് അന്നേരം തന്നെ നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോകും. അതേ സമയത്ത് കിഡ്നി സ്റ്റോണും പൈൽസും ഹെർണിയയും തൈറോയിഡും പോലെ ചില രോഗങ്ങളുണ്ട്. എത്രയോ കാലമായിട്ട് ഉണ്ടെന്ന് അറിഞ്ഞേച്ചും നമ്മൾ ചികിത്സിക്കാതെ കൊണ്ടു നടക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ എല്ലാ ഇൻഷുറൻസ് പോളിസിയിലും അറിഞ്ഞിട്ട് ഹോൾഡ് ചെയ്യാവുന്ന ചില രോഗങ്ങൾ, അതായത് സ്റ്റോണ്, പൈൽസ്, ഹെർണിയ, തൈറോയിഡ്, തിമിരം, ജോയിന്റിന്റെ തേയ്മാനം, വെരിക്കോസ് വെയിൻ പോലെയുള്ള ചില രോഗങ്ങൾ പെട്ടെന്ന് ഒരാൾക്ക് വരത്തില്ല. ആരംഭിച്ചു കഴിഞ്ഞേച്ച് കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും രോഗി പോലും അറിയുക. ഈ രോഗമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇതിനെ 1-2 കൊല്ലം വരെ ഹോൾഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് ചീറ്റിംഗ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഈ ഒരു 12 കേസുകൾ എല്ലാ ഇൻഷുറൻസ് പോളിസിയിലും ഈ ആളുകൾക്ക് അറിഞ്ഞിട്ട് ഹോൾഡ് ചെയ്യാവുന്ന മരണകാരണമാകാത്ത രോഗങ്ങളാണ് ആളുകൾ ഹോൾഡ് ചെയ്യുക. അത്തരം കാര്യങ്ങൾ എല്ലാ ഇൻഷുറൻസ് പോളിസിയിലും 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് കവർ ചെയ്യുക. 40 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രത്യേക പ്ലാനിനകത്തിൽ അതിന് 1 കൊല്ലത്തെ വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കും വരിക. ഓക്കെ, ഇനി പോളിസി എടുത്തിട്ട് 31ാമത്തെ ദിവസം മുതലായിരിക്കും രോഗങ്ങൾ കവർ ചെയ്യുക. ഫസ്റ്റ് ഡേ മുതൽ ആക്സിഡന്റ് കവർ ചെയ്യും. അതിന്റെ കാര്യം വെച്ചാൽ ആക്സിഡന്റ് പറ്റിയിട്ട് ഒരാൾ നാളെ ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് മറ്റന്നാൾ ഇപ്പൊ അഡ്മിറ്റ് ആകാൻ ചിന്തിക്കുന്നില്ല. അതേസമയത്ത് രോഗം വന്നാൽ ചിലപ്പോൾ ഇൻഷുറൻസ് എടുത്തിട്ട് കുറച്ച് ദിവസമൊക്കെ ഒരാഴ്ചയൊക്കെ പിടിച്ചു നിന്നിട്ട് പോയി ചികിത്സിക്കാമെന്നൊരു ചിന്ത വരും. നമ്മുടെ നാട് സുകുമാരക്കുറിപ്പ് ജനിച്ച നാടാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ 30 ദിവസം ആക്സിഡന്റ് മാത്രമായിരിക്കും കവർ ചെയ്യുക. 30 ദിവസത്തിന് ശേഷം രോഗങ്ങൾ കവർ ചെയ്യും. നിലവിൽ നമ്മുടെ നാട്ടില് അവൈലബിൾ ആയിട്ടുള്ള ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ പ്രധാനമായിട്ടും ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് എടുക്കാവുന്ന പോളിസി, ഏതാണ്ട് 16 ദിവസം പ്രായമായ കുട്ടി മുതൽ 75 വയസ്സ് വരെ ഉള്ളവർക്ക് എടുക്കാവുന്ന ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ പോളിസി, ഒരാൾ ഒറ്റയ്ക്ക് എടുക്കാവുന്ന പോളിസി. ഒരു കുടുംബത്തിനെ മൊത്തം കവർ ചെയ്യാവുന്ന ഫാമിലി ഫ്ലോട്ടർ പ്ലാന്. കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ബെനിഫിറ്റ് ഉള്ള കോംപ്രഹെൻസീവ് പ്ലാന്. ചെറുപ്പക്കാർക്ക് പ്രത്യേക പരിഗണന നൽകുന്ന യൂത്ത് പ്ലാനുകള്. സാധാരണ 65 വയസ്സ് വരെയാണ് നോർമലി ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുക. പക്ഷെ സീനിയർ സിറ്റിസൺ 60 വയസ്സ് മുതൽ 75 വയസ്സ് വരെ ഉള്ള ആളുകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന പോളിസി സീനിയർ സിറ്റിസൺ പോളിസി. ഷുഗർ പേഷ്യൻസിന് സാധാരണ ഈ പറഞ്ഞ മുൻപ് ഷുഗർ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പ്രീ എക്സിസ്റ്റിംഗ് കേസുകൾക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. ഫസ്റ്റ് ഡേ മുതലേ ഷുഗറിന് കവറേജ് കൊടുക്കുന്ന, അപ്പൊ അതിനനുസരിച്ചുള്ള പ്രീമിയം അവർ ചാർജ് ചെയ്യും. പ്രത്യേകം ഡയബറ്റിക് പോളിസി. ക്യാൻസർ രോഗം വന്ന് അവർക്ക് പോളിസി എടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. പക്ഷേ ക്യാൻസർ രോഗം വന്നവർക്ക് അവർക്ക് റെക്കോർഡ്സ് പരിശോധിച്ച ശേഷം റിസ്ക് വരാനുള്ള സാധ്യത കുറവാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട്, കാർഡിയാക് കെയർ പോളിസി, ക്യാൻസർ കെയർ പോളിസി. ബൈപ്പാസ് ആൻജിയോപ്ലാസ്റ്റി സർജറി കഴിഞ്ഞ ആളുകൾക്ക് നോർമലി ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. പക്ഷെ അതും അവരുടെ റിസ്ക് വിലയിരുത്തിയ ശേഷം അവർക്ക് കാർഡിയാക് കെയർ എന്ന് പറഞ്ഞ പോളിസി എടുക്കാൻ സാധിക്കും. ഇനി നമ്മുടെ എല്ലാ ഇൻഷുറൻസ് പോളിസികളും ഇന്ത്യക്കകത്ത് മാത്രമുള്ള ചികിത്സയാണ് നിലവിൽ ഉള്ളത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവരുടെ ചികിത്സാ രേഖകൾ സൂക്ഷിക്കുക. നാളെ നാട്ടിൽ വന്ന് ഇപ്പൊ എന്റെ അടുത്ത് ഒരു കസ്റ്റമർ പറഞ്ഞാണ്, വൈഫിനും മക്കൾക്കും വേണ്ടി മാത്രം എടുത്തു. ബഹറിലുള്ള കസ്റ്റമറാണ്. അദ്ദേഹത്തിന് അവിടെ എന്തോ ഇൻഷുറൻസ് കവർ ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഒരു ഹാർട്ടിന് ബ്ലോക്ക് വന്നപ്പോൾ അദ്ദേഹം നാട്ടിൽ വന്ന് ചികിത്സിച്ചു. പിന്നീട് വൈഫിന്റെയും മക്കളുടെയും പ്രീമിയം വാങ്ങാൻ ചെന്നപ്പോൾ ഇദ്ദേഹം ചാരു കസേരയിൽ ഇരിപ്പുണ്ട്, ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ എന്താ ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ സാറിനെ കൂടി ഉൾപ്പെടുത്തി എടുക്കാൻ വയ്യായിരുന്നു? അല്ല, വിദേശത്ത് എനിക്ക് കവറേജ് ഉള്ളത് കൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. പിന്നെന്താണ് വിദേശത്ത് സാറ് ട്രീറ്റ് ചെയ്യാഞ്ഞത്? അറബി ഒന്ന് അടുത്തിരുന്ന് വീശിത്തരുന്നില്ലല്ലോ എന്നാ പുള്ളി പറഞ്ഞേ. അറബി ഒന്ന് അടുത്തിരുന്ന് വീശിത്തരില്ലല്ലോ എന്നാ പുള്ളി പറഞ്ഞേ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളെ പരിചരിക്കാനുള്ള സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോരുകയായിരിക്കും നമ്മൾ ചെയ്യുക മിക്കപ്പോഴും. ഇവിടെ നമുക്ക് ഒരു പേഴ്സണൽ ആക്സിഡന്റ് ഡെത്ത് കവറേജ് എന്ന് പറഞ്ഞൊരു പോളിസി ഉണ്ട്. അത് ആ പോളിസി മാത്രം ഇന്റർനാഷണൽ കവറേജ് ആണ്. ഞാൻ മുമ്പേ ഒരു ഇഷ്ടിക ലോറി മറിയുന്ന വാർത്ത വീഡിയോ കണ്ടല്ലോ, അപ്രതീക്ഷിതമായി വരുന്ന ഒരു ആക്സിഡന്റ്. നമുക്ക് അത്തരം സാഹചര്യങ്ങളിൽ ഇതൊരു ഡെത്ത് കവറേജ് പോളിസിയാണ്. ഇത് ഇന്റർനാഷണൽ കവറേജ് ആണ്. വിദേശത്തുള്ളവർക്കും
അത്തരം ഒരു തുച്ഛമായ പ്രീമിയത്തിൽ എടുക്കാൻ പറ്റും. സൂപ്പർ സർപ്ലസ് ടോപ്പ് പ്ലാൻ 10ാമത്തേത്. അതായത് നിലവിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ ഇപ്പോഴത്തെ ചികിത്സാ ചെലവുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് പര്യാപ്തമല്ല എന്ന് തോന്നുന്നെങ്കിൽ ഒരു ടോപ്പ് എടുക്കാൻ കഴിയും. പിന്നീട് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് പ്ലാൻ എന്ന് വെച്ചാൽ നിലവിൽ നമ്മൾ ചികിത്സാ ചെലവുകൾക്ക് ഇൻഷുറൻസ് ഉണ്ട്. നമുക്ക് ഒരാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ ഉണ്ടാവും, ആ വ്യക്തി ജോലിക്ക് പോകുന്നില്ല. അത്തരം എക്സ്പെൻസുകളെ നികത്താനായിട്ട് പെർ ഡേ നമുക്ക് 2000-3000 രൂപ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്നു അതിനൊരു ക്യാഷ് ആയിട്ട് നമുക്ക് തരത്തക്ക രീതിയിൽ ഒരു ചെറിയ പ്രീമിയത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഹോസ്പിറ്റൽ ക്യാഷ് പോളിസി. അപ്പൊ ഞാൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനിയുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഗ്രാമുകൾ എടുക്കുകയും മറ്റും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ വിപണനം ചെയ്യുന്നതും ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയുമാണ് സ്റ്റാർ ഹെൽത്ത്. നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ തരാം. ജേർണി ഓഫ് ഇന്ത്യസ് നമ്പർ 1 ഹെൽത്ത് ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ്. ഇന്ത്യയിലെ നമ്പർ 1 ഹെൽത്ത് ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഏതാണ്ട് പ്രീമിയം ഓഫ് RS 22 crores. 2006 ഈ കമ്പനി തുടങ്ങുമ്പോൾ ഏതാണ്ട് 22 കോടി രൂപയാണ് പ്രീമിയം സമാഹരിച്ചതെങ്കിൽ ലാസ്റ്റ് വർഷം ഏതാണ്ട് 9,353 crore ഈ ഇൻഷുറൻസ് കമ്പനി ആളുകളിൽ നിന്നും പ്രീമിയം സ്വീകരിച്ചു. അത്രയ്ക്കുള്ള ആവശ്യക്കാരും നമ്മുടെ സർവീസ് താല്പര്യം തോന്നിയിട്ട് ഇത്രയും ആളുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഏതാണ്ട് 96.63% പോളിസികൾ മുടങ്ങാതെ പുതുക്കുന്നുണ്ട് എല്ലാ വർഷവും. ഏതാണ്ട് 5.2 മില്യൺ ക്ലെയിമുകൾ ഇതേവരെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. 9,353 crores പ്രീമിയം 2020-21 കളക്ട് ചെയ്തു. ഏതാണ്ട് 26 ലക്ഷം പുതിയ പോളിസിയാണ് കഴിഞ്ഞ വർഷം പുതുതായിട്ട് ഈ കമ്പനി ആളുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തത്. അവർ റീച്ച് ഏതാണ്ട് നമുക്ക് ഏതാണ്ട് 12,000-ഓളം ഹോസ്പിറ്റലുകളുമായി ടൈപ്പ് ഉണ്ട്. ഇന്ത്യയിലുടനീളം ബില്ലടയ്ക്കാതെ ചികിത്സിക്കാൻ കഴിയുന്നത് 21 സോണൽ ഓഫീസുകളുണ്ട്. 700-ലധികം സെയിൽസ് മാനേജർ സ്റ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ സർവീസ് കൊടുക്കുവാനായിട്ടുള്ള സംവിധാനങ്ങൾ. 780-ഓളം ബ്രാഞ്ചുകൾ, കേരളത്തിൽ മാത്രം 56-ഓളം ബ്രാഞ്ചുകളുണ്ട്. ഏതാണ്ട് 500-ൽ പരം ഡോക്ടർമാര്. ഇൻഷുറൻസ് കമ്പനിയിലെ ഡോക്ടർമാരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലുകളൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് വരുന്ന ബില്ലുകളൊക്കെ കൃത്യമാണോ ശരിയാണോ എന്നൊക്കെ നോക്കാനായിട്ട് 500-ഓളം ഡോക്ടർമാരുണ്ട്. 29 ഏരിയ ഓഫീസുണ്ട്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട ടൗണിലും തിരുവല്ലയിലുമാണ് നമുക്ക് ബ്രാഞ്ചുകൾ ഉള്ളത്. ഏതാണ്ട് 7,000-ൽ പരം മാർക്കറ്റിംഗ് സെയിൽസ് മാനേജേഴ്സ് ഉണ്ട്. 46 ലക്ഷം എക്സിക്യൂട്ടീവ്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 14,000 എംപ്ലോയീസ് ഉള്ളൊരു ഒരു വലിയ പ്രസ്ഥാനവുമായിട്ട് ഓർഗനൈസ് ചെയ്താണ് ഞാൻ ആരോഗ്യ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു വരുന്നത്. കഴിഞ്ഞ 2017 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഏറ്റവും മികച്ച സർവീസിനുള്ള അവാർഡ് നമ്മുടെ കമ്പനിക്ക് കൊടുക്കുന്നതിന്റെ പിക്ചറാണ് ഈ കാണുന്നത്. ഈ വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. വളരെ പ്രിയപ്പെട്ട ദാദ. ഏതാണ്ട് ചെറിയ പ്രായത്തില് ഇത്രയും ഒരു സ്പോർട്സ്മാൻ ആയിട്ടുള്ള വ്യക്തി. അദ്ദേഹത്തിന് ഏതാണ്ട് 68 കിലോ വെയിറ്റ് ഉള്ളൂ. ഏതാണ്ട് ഹൈറ്റ് 150 സെന്റിമീറ്റർ. എല്ലാ ബോഡി മാസ് ഇൻഡെക്സ് എല്ലാം ഓക്കെയാണ്. ഡെയിലി ജിമ്മിൽ പോകുന്നു. എന്ത് രോഗം വന്നാലും മുൻകൂട്ടി കണ്ടെത്താനും ഒക്കെ ഉള്ള സാമ്പത്തികമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ഏതാണ്ട് 90% ബ്ലോക്കുകളോടുകൂടി സ്റ്റെന്റ് ഇട്ടു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ജനുവരിയില് നമ്മൾ വായിച്ചതാണ്. 2 തവണ അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പോൾ ഇത് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്ന വിഷയമാണ്. നമുക്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയുടെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഓക്കെ, ഏതാണ്ട് 30 മിനിറ്റോളം ഞാൻ ആരോഗ്യ ഇൻഷുറൻസ് നിലവിലത്തെ കാര്യത്തിൽ സാഹചര്യത്തിൽ എടുക്കേണ്ടതിന്റെ ആവശ്യകത ഞാൻ പറഞ്ഞു. ഏതാണ്ട് ചില ആളുകളൊക്കെ തന്നെ ചിലരെ അത് ഉൾക്കൊള്ളുന്നവരുണ്ടാവും. ചിലർ 3 മിനിറ്റ് സമയം കൊണ്ട് നോ പറയും. ഈ 30 മിനിറ്റ് കേട്ട കാര്യം 3 മിനിറ്റ് സമയം കൊണ്ട് നോ പറയും.
അതേപോലെ തന്നെ ഡോക്ടേഴ്സ് ടേക്സ് 3 minutes ടു എക്സ്പ്ലെയിൻ അബൌട്ട് യുവർ ഹെൽത്ത് കണ്ടീഷൻ. ഡോക്ടർ 3 minute കൊണ്ട് നമ്മുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 30 വർഷത്തെ സേവിങ്സ് ആശുപത്രിയിലേക്ക് കൊടുക്കും. ഇതാണ് വ്യത്യാസം. അതായത് നമ്മൾ 30 minute കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം 3 minute കൊണ്ട് ചിലപ്പോൾ നോ പറയും. പക്ഷെ 3 minute കൊണ്ട് ഡോക്ടർ നമുക്ക് ഒരു ചികിത്സ, ഒരു സാമ്പത്തികമായി ചിലവാകുന്ന ഒരു ചികിത്സയുടെ കാര്യം പറയുമ്പോൾ നമ്മളുടെ 30 വർഷത്തെ സേവിങ്സ് ആശുപത്രിയിലേക്ക് പോകും. ഞാന് സ്ക്രീൻ കഴിഞ്ഞല്ലോ. ഓക്കെ, ഞാൻ ഈ ആരോഗ്യ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങള്, ഇതെന്റെ കോൺടാക്ട് നമ്പർ ആണ്. ഞാൻ പോളിസി വിപണനത്തിനല്ല നിങ്ങളുമായിട്ട് സംസാരിച്ചത്, ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയാണ് സംസാരിച്ചത്. നിങ്ങളെ പ്രത്യേകിച്ചും വിദേശത്ത് ജോലി ചെയ്യുന്നവർ നാട്ടില് ഉള്ളവർക്ക് മാത്രം എടുക്കുന്ന ഒരു പ്രവണത ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ആ ഒരു ഇൻഷുറൻസ് പോളിസിയിൽ ചെറിയൊരു തുക കൂടി മുടക്കിയാൽ നമ്മളെ കൂടി ഉൾപ്പെടുത്തി ഇൻഷുർ ചെയ്യാം. ആഗ്രഹിക്കുമ്പോൾ എടുക്കാൻ പറ്റുന്ന ഒന്നല്ല ആരോഗ്യ ഇൻഷുറൻസ്. ഏകദേശം നമ്മുടെ നാട്ടില് ഇന്നത്തെ കാലത്തെ പാൻഡമിക് സിറ്റുവേഷനിൽ ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രാധാന്യം വളരെയധികം ഇരട്ടിച്ചു വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ചോദിക്കാനുള്ള സമയമുണ്ടെന്ന് തോന്നുന്നു. ഈ പ്രസന്റേഷൻ ഇവിടെ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. നമുക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള ടൈമിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ആരോഗ്യ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഇൻഷുറൻസ് പോളിസി എടുപ്പിക്കുകയല്ല നമ്മളുടെ ലക്ഷ്യം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മളുടെ ഹെൽത്ത് ഹിസ്റ്ററി കൃത്യമായിട്ട് കാണിക്കണം. നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഹെൽത്ത് ഹിസ്റ്ററി കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചികിത്സിക്കാൻ പോകുമ്പോൾ ഡോക്ടറോട് ഒരിക്കലും ഹെൽത്ത് ഹിസ്റ്ററി മറച്ചു വെക്കാൻ കഴിയില്ല. ഷുഗർ ഉള്ള ഒരാൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടറോട് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് അയാൾക്ക് കിട്ടുന്ന ചികിത്സ ഷുഗർ ഉള്ള ആൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ചികിത്സയായിരിക്കും കിട്ടുക. അപ്പൊ കാണിച്ചെടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ 2 വർഷത്തെ എക്സ്ക്ലൂഷൻ ഞാൻ പറഞ്ഞു, അതിന്റെ കാരണം ആളുകൾക്ക് അറിഞ്ഞിട്ട് വന്ന് ഹോൾഡ് ചെയ്യാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ്. ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കാം. ഒരു പനി വന്നാൽ ചെലവാകുന്ന പൈസ നമ്മളുടെ സമ്പാദ്യങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് നമ്മൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ അത് ഇന്നത്തെ മാറി വരുന്ന സാഹചര്യത്തിൽ ഒരു വലിയ അസറ്റ് ആയിരിക്കും. താങ്ക് യു. ശ്രീ മനോജ്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, നൂതന മാർഗങ്ങൾ ഇൻഷുറൻസിന്റെയും ഹെൽത്തിന്റെയും ഒക്കെ പറഞ്ഞു തന്നു. അത് മൈലപ്ര പ്രവാസി സൗഹൃദ കൂട്ടായ്മയിൽ കുറച്ചു പേർക്കെങ്കിലും പുതിയൊരു അറിവായി മാറുന്നുണ്ട്. അതിന്റെ വിശദമായ കാര്യങ്ങൾ അതിലേക്ക് നമുക്ക് കുറെ നമ്മുടെ കൂട്ടിലുള്ള ഇപ്പൊ ഈ വേദി പങ്കിടുന്ന പലർക്കും സംശയങ്ങളും പുതിയ എന്തെങ്കിലും സാധ്യതകളെ കുറിച്ച് അറിവിന് വേണ്ടിയൊക്കെ ഉള്ള ഒരു സമയമുണ്ട്. അപ്പൊ ഞാനിത് ആദ്യം നമുക്കിത് ഒഫീഷ്യലി ഈ മീറ്റിങ്ങിനെ പങ്കെടുത്തവർക്കൊരു നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. അതുകൊണ്ട് ഇന്ന് ഇത്രയും നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന, അത് നല്ല രീതിയിൽ ആൾക്കാർ ഉൾക്കൊള്ളുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മൈലപ്ര പ്രവാസി സൗഹൃദ കൂട്ടായ്മയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള സ്നേഹാദരവ് അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നത്തെ മീറ്റിങ്ങിന്റെ പങ്കെടുത്തവർക്ക് വേണ്ടി ഒഫീഷ്യലി നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ സതീഷ് കുമാർ ബിവിയെ ക്ഷണിച്ചു. സതീഷ്. സതീഷ് ഇല്ല ഗണേഷ്? ഉണ്ട്, സതീഷ് കണക്കാണ്. വീഡിയോ സതീഷേ, വീഡിയോ ഓപ്പൺ ആക്കൂ. സതീഷേ, ഓക്കെ. സതീഷിന്റെ അഭാവത്തില് മുളിച്ചേട്ടാ ഗോൾഡി ഒന്ന് ക്ഷണിക്കാമോ? ഗോൾഡി ഫ്രീ ആണോ? യെസ് യെസ്, ഗോൾഡി ഫ്രീ ആണ്. ഗോൾഡി ഡ്യൂട്ടിലാണെന്ന് തോന്നുന്നു. ഞാൻ അനി ഫ്രീ അല്ലേ? മാറ്റി വർഗീസ് വിളിച്ചോ, കുഴപ്പമില്ല. മലപ്പുറം പ്രവാസി സൗഹൃദ കൂട്ടായ്മയുടെ അഡ്മിൻ പാനൽ മെമ്പറായ ശ്രീ മാത്യു വർഗീസിനെ ഞാൻ ഒരു നന്ദി
ഇന്ന് കൂടിയിരിക്കുന്ന നന്ദി പറയാൻ വേണ്ടി ക്ഷണിച്ചോളൂ. നമസ്കാരം. ആദരണീയനായ പ്രസിഡന്റ് ശ്രീ മുരളി എസ് പണിക്കർ, ഇന്നത്തെ ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകിയ ശ്രീ മനോജ്, മലപ്പുറം പ്രവാസി സൗഹൃദ കൂട്ടായ്മയുടെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട അംഗങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ പരിസമാപിക്കുന്നത്. കാരണം ഒരു പ്രവാസി അവൻ്റെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് വളരെ വിശദമായി അതിൻ്റെ എല്ലാ തലങ്ങളും സ്പർശിച്ച് മനസ്സിലാവുന്ന രീതിയിൽ ഇത്ര നല്ലൊരു പ്രസന്റേഷൻ നമുക്ക് കാഴ്ചവെച്ചു. ബഹുമാനപ്പെട്ട ശ്രീ മനോജ്, അദ്ദേഹത്തിൻ്റെ ഈ നിർദ്ദേശങ്ങൾ, ഈ അഭിപ്രായങ്ങളൊക്കെ ഈ പ്രവാസികളായിരിക്കുന്ന ഓരോരുത്തർക്കും അവനവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള സംഗതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുറച്ച് ഭാഗങ്ങൾ, ആദ്യ ഭാഗങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും കേട്ട ഭാഗങ്ങളിലൊക്കെ വളരെ പ്രയോജനപരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിലൊക്കെ ഏറ്റവും അത്യാവശ്യമായ സംഗതികളാണ് ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് എന്നെല്ലാവർക്കും അറിയാം. ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട മുരളി എസ് പണിക്കർക്ക് ഈ മലപ്പുറം പ്രവാസി സൗഹൃദ കൂട്ടായ്മയുടെ പേരിലും ഈ മീറ്റിങ്ങിന്റെ പേരിലുമുള്ള എല്ലാവിധമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൽ സ്വാഗതം ആശംസിച്ചവർക്കുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ തിരക്കുകൾക്കിടയിലും ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിക്കാൻ സന്മനസ് കാണിച്ച ശ്രീ മനോജിനോടുള്ള നന്ദി സ്നേഹവും അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. ഇനിയും തീർച്ചയായിട്ടും തുടർന്നുള്ള കാലഘട്ടങ്ങളിലൊക്കെയും ഞങ്ങളുടെ ഈ പ്രവാസി സംഗമത്തിൽ, പ്രവാസി കൂട്ടായ്മയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് ആവശ്യമായി വരും. അന്നേരമൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വളരെ സ്നേഹത്തോടുകൂടിയുള്ള നന്ദി ഈ കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. ഇതിന്റെ സെക്രട്ടറി, മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങൾ, ഈ മീറ്റിംഗിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവരോടും, എല്ലാ സ്നേഹമുള്ള ആൾക്കാരോടുള്ള നന്ദി അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ മാത്യു. ഞാൻ